കറുത്ത വസ്ത്രങ്ങളിൽ, കറുത്ത ബലൂണുകളിൽ, കരിങ്കൊടികളിൽ, കറുത്ത കാലത്തെക്കുറിച്ചുള്ള പാട്ടുകളിൽ കാലിക്കട്ടൊരു കരിങ്കടലാക്കിയ സമരത്തിന് പിന്നാലെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ കൊടിയ രോഷച്ചൂടിൽ കടുത്ത പോലീസ് സുരക്ഷയിലും ഗവർണർ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങേയറ്റം അസ്വസ്ഥനാകുന്ന രാഷ്ട്രീയ മണിക്കൂറുകളാണ്. കേരളത്തിൽ തമ്പാക്കും പാൻപരാഗും ചവച്ചു തുപ്പരുത് എന്ന് പറയുന്നത് ഒരു ലഹരി വിരുദ്ധ മുദ്രാവാക്യത്തിനപ്പുറം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ലെങ്കിലും മിസ്റ്റർ ആരിഫ് ഖാൻ തും വാപ്പസ് ജാവോ എന്ന SFI മുദ്രാവാക്യത്തിൽ അലയടിച്ചാളുന്നത് തെളിമയുള്ള രാഷ്ട്രീയമാണ്. ഈ സർവകലാശാലകളിൽ ചുവപ്പുവൽക്കണമെന്ന് സ്ഥാനത്തും അസ്ഥാനത്തും നാഴികയ്ക്ക് 400 വട്ടം ഉരുക്കഴിക്കുന്ന ചാൻസലർ കിട്ടിയൊരു തക്കത്തിന് BA മ്യൂസിക്കിലെ 1ാം റാങ്കുകാരെ മെഡൽ ജേതാവടക്കം മിടുക്കരായ കുട്ടികളുടെ പട്ടിക വെട്ടിത്തോട്ടിലെറിഞ്ഞ് യോഗ്യതയില്ലാത്ത ABVP-ക്കാരെ ഒരു നിരാശ്രയ വയോധികരെ വെട്ടിക്കുന്ന തടവുപുള്ളിയുടെ ഭാര്യയടക്കം തള്ളിക്കയറ്റിയതിന്റെ ചേതോവികാരം എന്താണ് എന്നത് ഒന്നാം തരം രാഷ്ട്രീയ ചോദ്യമാണ്. മറുപടി വേണം. അതൊരു ഞാൻ രാഷ്ട്രപതിയോട് പറഞ്ഞോളാം എന്നൊരു മറുപടിയില്ലാ സാങ്കേതികതയിൽ കടിച്ചു തൂങ്ങി കുറച്ച് കുട്ടികൾ കിട്ടിയ ഒരു ബാനർ ഒരു ഭരണഘടനാ സ്ഥാപനം നേരിട്ട് പോയി അഴിച്ചിറക്കുന്നതിൽ അങ്ങേയറ്റം ചെറുതാവൽ, ഗെറ്റ് ലോസ്റ്റ് എന്ന നിലവാരമില്ലാത്ത ആക്രോശങ്ങൾ, അഴിച്ചിറക്കിയ ഒന്നിനു പകരം മുദ്രാവാക്യങ്ങൾ, 100 എന്ന മട്ടിൽ കണ്ട ചുരുക്കിൽ മിഠായി തെരുവ് യാത്രയൊക്കെ കണ്ട അമ്പരപ്പിൽ കേരളം ഇപ്പോഴും തരിച്ചു നിൽപ്പാണ്. പെട്ടെന്ന് പൊട്ടിവീണൊരു യാത്രയിൽ കിട്ടിയ സമയം കൊണ്ട് പോലീസ് ഒരു കോട്ട കെട്ടിയെങ്കിലും ഒരൊറ്റ കോൺസ്റ്റബിൾ പോലും ഇല്ലാതെയെങ്കിലും ശ്രീമാൻ ആരിഫ് ഖാൻ അങ്ങയുടെ ദേഹത്തേക്ക് ചുരുട്ടിയെറിഞ്ഞൊരു കടലാസ് കഷ്ടം പോലും വീഴില്ല. അതൊരു കാരണം രാജ്യത്തെ 10 സുരക്ഷാ നഗരങ്ങളിലൊന്ന് കോഴിക്കോടൊന്ന് കേന്ദ്ര കണക്ക് മാത്രമല്ല. ഇഷ്ടഭക്ഷണം കഴിച്ചു വയറു നിറഞ്ഞാലും ഒന്നും കഴിച്ചില്ലല്ലോ മക്കളെ എന്നൊരു പരിഭവത്തിൽ പിന്നെയും പാത്രത്തിലേക്ക് ഭക്ഷണം കോരിയിടുന്ന അമ്മയുമ്മമാരുടെ മതഭേദമില്ലാത്ത സ്നേഹത്തിൽ കരുത്തോടെ കുരുത്ത നാടാണ് കേരളമാണ്. ആ നാടിനെ ദ്രോഹിക്കാൻ പണികൾ പലയാവർത്തി നോക്കി പൊട്ടിപ്പാളിയെടുത്ത് ഫിനാൻഷ്യൽ എമർജൻസി എന്ന വിരട്ട് ഇന്നലെ വീണ്ടും ആവർത്തിക്കുന്നത് കേട്ടു ഒരു രോഷാകുലൻ. സാക്ഷാൽ അടിയന്തരാവസ്ഥ കണ്ടങ്ങ് മുട്ടിലിഴഞ്ഞവരല്ല, പിന്നെയാണോ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ? ആസ്ഥാന പാനൽ പ്രവർത്തകർ, വക്കീൽ വേഷധാരികൾ ഏതോ കോളേജിൽ കെട്ടിയ ഒരു ബാനറിലെ പരിഹാസം പിടികിട്ടാതെ ദാലിന്റെ ഇംഗ്ലീഷ് അറിയില്ലേ എന്ന് ഗ്രാമർ പുസ്തകമെടുത്ത് പ്രതിലോമ രാഷ്ട്രീയത്തിന് പ്രതിരോധം തീർത്തങ്ങ് വെടിവട്ടമാണെങ്കിലും ഗുണ്ടാ സംഘടന, തെമ്മാടിപ്പട, കൊലയാളിക്കൂട്ടം എന്നിങ്ങനെ കെട്ടവാക്കുകളിൽ പ്രകോപന പെരുംകുഴിയിൽ വീഴാതെ അക്രമാസക്തമാകാതെ ആ പിത്തലാട്ടത്തിനെതിരെ സർഗാത്മക മുദ്രാവാക്യ കോട്ട കെട്ടുന്ന ഒരു വിദ്യാർത്ഥിക്കൂട്ടം കേരളത്തിന്റെ പ്രതീക്ഷയാണ്. കേരളവർമ്മയിൽ ഒരു നിരാഹാരം തുടങ്ങി 2ാം നാൾ മൂട്ടിലെ പൊടിതട്ടിപ്പോയ അലോഷയും യൂത്ത് കോൺഗ്രസും പുരത്തിലൊളിച്ച MSF-ഉം വഴുതിയുള്ള പ്രവർത്തകർ അടിവാങ്ങിക്കൂട്ടുമ്പോഴും കൊള്ളാവുന്ന ഒരു സമരം പോലും നടത്താൻ അറിയാത്ത പിത്തം പിടിച്ച പ്രതിപക്ഷവും കണ്ടുപഠിക്കട്ടെ SFIയുടെ സംഘാടക മികവ്, വിദ്യാർത്ഥികളെങ്കിലും സഖാക്കളുടെ സമരവീര്യം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ PM-R, ശ്രീ രാജു P. നായർ, ശ്രീ സന്ദീപ് വാര്യർ എന്നിവർ ചർച്ചയിൽ ചേരുകയാണ്. ഞാൻ ചർച്ചയിലേക്ക് കടക്കും മുൻപാദ്യം ഇന്ന് K. സുധാകരൻ MP നടത്തിയ ഒരു പ്രതികരണം കാണാം. ഒരു അക്കാഡമിഷ്യന്റെ ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ എന്തിനു വിമർശിക്കണം? ഞങ്ങളത് എതിർക്കുന്നില്ലല്ലോ. അതിലും കൊള്ളാവുന്നവരുണ്ട്, അവരെടുക്കുന്നതിന് എന്താ തടസ്സം? അവരെടുത്തോട്ടെ. സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ച് പോകുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വിമർശിക്കാം. സംഘപരിവാറിൽ കൊള്ളുന്നവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിന് ഞങ്ങൾ എങ്ങനെ എതിർക്കുക? കോൺഗ്രസിന്റെ അകത്ത് എല്ലാവരെയും വെക്കാൻ പറ്റില്ല, വെക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ വെക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്, ഞങ്ങളത് സ്വീകരിക്കും. അത് ഗവർണറുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 9 സംഘപരിവാർ അനുകൂലികൾ, 4 കോൺഗ്രസ് അനുകൂലികൾ, 3 മുസ്ലിം ലീഗ് അനുകൂലികൾ എന്നിങ്ങനെയാണ് ഗവർണർ വെച്ചിട്ടുള്ളത്. ഞങ്ങളത് രാഷ്ട്രീയം തിരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വന്നിരിക്കുന്നവർ ആ പോസ്റ്റിൽ ഇരിക്കാൻ യോഗ്യരാണോ എന്നതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. അത് യോഗ്യരല്ലാത്തവരാണ് എന്ന് തോന്നിയാൽ ഞങ്ങൾ അതിനെതിരെ ഞങ്ങൾ ശബ്ദിക്കും. സംഘപരിവാർ മാത്രമായതുകൊണ്ട് എതിർക്കില്ല. ഇല്ല, സംഘപരിവാർ മാത്രം. അവരും ജനാധിപത്യത്തിലെ ഒരു പാർട്ടിയല്ലേ. ശ്രീ രാജു P. നായർ, എന്ന് പറഞ്ഞാൽ ഒരു BJP MPയുടെ പാസും കൊണ്ട് 2 പേർ പാർലമെന്റിൽ കടന്നു കയറി പുകബോംബ് പൊട്ടിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രിയോ മറുപടി പറയണമെന്ന് പറഞ്ഞതിൽ 141 MPമാരെ തൂക്കി പുറത്തിട്ട് ജനാധിപത്യ വിരുദ്ധതയുടെ പുതിയ ഏട് കുറിച്ചൊരു ദിവസമാണ്. ആ ജനാധിപത്യ കശാപ്പ് നേരിട്ട് കണ്ട അതിന് ശരവ്യനായ KPC അധ്യക്ഷൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി വന്ന് ചോദിക്കലാണ്, സംഘപരിവാറിന് എന്താ കുഴപ്പം? എങ്ങനെയുണ്ട് ശ്രീ രാജു P. നായർ? ഹാഷ്മി പറഞ്ഞ ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട MPമാരിൽ ഒരാളാണ് K. സുധാകരൻ. അതാണ് ഞാൻ പറഞ്ഞത്. ശരവ്യമായ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, സംഘപരിവാറിൽ കൊള്ളാവുന്നുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? ഞാൻ പറയട്ടെ. അതിൽ നമ്മുടെ കനൽ ഒരു തരി ആരിഫ് ഇല്ലല്ലോ. തരിയൊക്കെ അതും ഇതുമായിട്ട് അല്ല. ഞാൻ പറയട്ടെ, കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. ഇവിടെ അല്ല, പറയട്ടെ. ഇവിടെ എന്താ വിഷയം?
ഇവിടെ വിഷയം എന്താ? ഇവിടെ വിഷയം സംഘപരിവാറിന്റെ രാഷ്ട്രീയം ഇതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഗവർണർ അത് തെരഞ്ഞെടുക്കുമ്പോൾ അതിനെ ശക്തമായിട്ട് തന്നെയാണ് എതിർക്കുന്നത്. ഇവിടെ കോഴിക്കോട് സർവകലാശാലയിൽ സെനറ്റ് നിയമനം നടത്തി. ആ കോഴിക്കോട് സർവകലാശാലയിൽ നവംബർ 20 നടന്നു. അന്ന് 9 BJP പ്രതിനിധികൾ അതിനകത്തുണ്ടായിരുന്നു. SFIയുടെ ഉണ്ട്, KSUവിൻ്റെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അന്ന് എന്താണ് SFI പ്രതികരിക്കാഞ്ഞത്? എന്തായിരുന്നു അന്ന് SFI പ്രതികരിക്കാഞ്ഞതിൻ്റെ കാര്യം? അപ്പോൾ SFIക്ക് തോന്നുമ്പോൾ നടത്തുന്ന ഗവർണർ വിരുദ്ധ പോരാട്ടം, സംഘപരിവാർ വിരുദ്ധ പോരാട്ടം, ആ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന് അവർക്ക് സംഘടനാ ശക്തിയുണ്ട്. ആ സംഘടനാ ശക്തി ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്ന നാടകം രാഷ്ട്രീയ ക്ലാരിറ്റിയോടെ കാണൂ. ഇവിടെ കെ സുധാകരൻ ചോദിക്കുകയാണ് അവർക്ക് യോഗ്യതയുണ്ട്, എന്താണ് കുഴപ്പം? ഇവർ യോഗ്യതയില്ല എന്ന് തെളിഞ്ഞതാണ്. യോഗ്യതയില്ല എന്ന് കോടതി സ്റ്റേ ചെയ്തതാണ്. 1ാം റാങ്കുകാരുടെ പട്ടിക കൊടുത്തപ്പോൾ അത് വെട്ടിക്കളഞ്ഞിട്ട് 4 ABVP യൂണിറ്റ് പ്രതിനിധികളെ കൊണ്ടുവന്നതാണ് ഗവർണർ. അതിന് നിങ്ങൾക്ക് ഇപ്പോഴും വ്യക്തതയില്ല. അതിനെതിരെ കടുത്തൊരു വാക്കുമിണ്ടാൻ നിങ്ങൾക്കാവുന്നില്ല. രാജു പി നായർ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഹാഷ്മി, ആ യോഗ്യതയില്ല എന്നുള്ളത് തന്നെയാണല്ലോ ആരോപണം. ആരോപണമല്ല, വസ്തുതയാണല്ലോ കേരളത്തിന്റെ. സാർ, ആരോപണമല്ല, വസ്തുതയാണ്. ഹൈക്കോടതിയിലേക്ക് പോയി, ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു, ആ നിയമനത്തിന് സ്റ്റേ ഉണ്ടായി. രാജു പി നായർ, അതിനെതിരെ കടുത്തൊരു വാക്ക് പോലും തെളിമയോടെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ദേശീയ പാർട്ടിയാണ് രാജു പി നായർ? ഹാഷ്മി, ഞാനത് പറയട്ടെ. എനിക്ക് ഇത്രയും വലിയൊരു വിഷയത്തിൽ എന്നെ കൊണ്ട് ഇത് സംസാരിപ്പിക്കാൻ 10 സെക്കൻഡ് തികച്ച് സംസാരിപ്പിക്കാൻ ഹാഷ്മി തയ്യാറല്ല എന്ന് പറയുന്നത് ശരിയല്ല. അവിടെ ഇടതുപക്ഷത്തിന്റെ SFIയുടെയും രാഷ്ട്രീയം പറയുക മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ മിണ്ടാതിരിക്കാം. അതല്ല, ഞങ്ങൾ പറയാനുള്ള കാര്യം പറയാനുള്ള അവസരം തരികയാണെങ്കിൽ അതിനുള്ള സമയം തരണം. മനസ്സിലായില്ലേ? ഇപ്പോൾ അതിനകത്ത് യോഗ്യതയില്ലാത്തവർ വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ കേരളത്തിന്റെ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം സംഘപരിവാർ വിരുദ്ധതയുടെ മറവിൽ ഇവിടെ കളിക്കുന്ന രാഷ്ട്രീയമാണ്, ഇവിടെ കളിക്കുന്ന നാടകമാണ്. കോഴിക്കോട് വലിയ സംഘാടന മികവോടുകൂടി SFIയുടെ പ്രകടനം നടത്തിയതിനെ സംബന്ധിച്ച് ഹാഷ്മി വാദോരാതെ പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവിടെ നടന്ന കാര്യങ്ങളെല്ലാം BJPയും CPMഉം ഒത്തുകളിച്ച് നടപ്പാക്കിയ എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കാ സംശയം? ഒരു സംശയവുമില്ല. കാരണം ഒരു വലിയ പ്രതിഷേധം നടക്കുന്നു. ആ പ്രതിഷേധം, ഞങ്ങളൊക്കെ ഒട്ടേറെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള വലിയ പ്രതിഷേധം നടക്കുമ്പോൾ 6 മണിക്ക് മുമ്പായിട്ട് അവിടെ ഒരു കരിങ്കൊടി പ്രകടനം നടത്തുകയാണ്. ഗവർണർ ഡൽഹിയിൽ നിന്ന് പോലും പോന്നിട്ടില്ല. ഇനി അത്രയും വലിയൊരു ആൾക്കൂട്ടം അവിടെ കൂടി. ആ ആൾക്കൂട്ടം കൂടിക്കഴിഞ്ഞപ്പോൾ ആ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് എന്ത് നടപടിയാണ്, എന്ത് സംവിധാനം ഒരുക്കിയത്? അവിടെ സാധാരണ ഒരു സമരം നടന്നാൽ കേവലം ഒരു ദിവസത്തെ സമര വ്യവഹാരത്തിലേക്ക് കടക്കാതെ വിഷയത്തെ മൊത്തത്തിൽ കാണാൻ ശ്രമിക്കൂ രാജു പി നായർ. അങ്ങേക്കത് അറിയാത്തതല്ല. ഇന്ന് വി ടി ബൽറാം അവിടെ കേരളവർമ്മയിൽ ഉയർത്തിയ ഒരു ബോർഡിലെ ഗ്രാമർ മിസ്റ്റേക്ക് എടുത്ത് കാണിക്കുകയാണ്. കേരളവർമ്മയിൽ SFI വിദ്യാർത്ഥി ഉയർത്തിയ ഒരു ബാനറിലെ ഗ്രാമർ മിസ്റ്റേക്ക് എടുത്ത് കാണിക്കുകയാണ്. ഇതാണോ നിങ്ങളുടെ രാഷ്ട്രീയം രാജു പി നായർ? ഹാഷ്മിക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അതുകൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ മറുപടി പറയാം. ഇല്ല, പൊതുവിൽ കണ്ട് പറയൂ. ഒരു ദിവസത്തെ സമര വ്യവഹാരത്തിൽ മാത്രം ചുരുങ്ങാതെ ഇവിടെ സെനറ്റിലേക്ക് 4 യോഗ്യതയില്ലാത്ത കുട്ടികളെ നിയമിക്കുന്നു. ചുവപ്പുവൽക്കരണമെന്ന് നാഴികയ്ക്ക് 400 വട്ടം ആവർത്തിച്ചുകൊണ്ടിരുന്ന ഗവർണർ അങ്ങനെ RSS നോമിനികളെ നിയമിക്കുന്നുണ്ടെങ്കിൽ അത് ഇരട്ടത്താപ്പാണ് എന്നെങ്കിലും ഒന്ന് തെളിച്ചു പറ രാജു പി നായർ. ഹാഷ്മി, ഞാനിത് വളരെ വ്യക്തമായിട്ട് ഇന്നലെ 24 ന്യൂസിന്റെ ഇന്നലെ നടന്ന ചർച്ചയിൽ കൂടി വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് വളരെ ക്ലിയർ സ്റ്റാൻഡിനകത്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ നടക്കുന്ന നാടകത്തോടൊപ്പം നിൽക്കാനില്ല. ആ നാടകം നടത്തിക്കൊടുക്കുന്നത് മുഴുവൻ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഇത്രയും വലിയൊരു സമരം നടന്നിട്ട് ആ സമരത്തിൽ ഒരു പ്രയോഗിക്കാൻ ജലപീരങ്കി അവിടെ ഇല്ലായിരുന്നു. കാരണം പോലീസിനറിയാം ജലപീരങ്കി അവിടെ ആവശ്യമില്ല. മോനെ ആർഷോ വന്ന് വണ്ടി കയറടാ മോനെ, അച്ഛനാടാ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോയാൽ ആർഷോ അത്യാവശ്യം മുണ്ടൊഴിഞ്ഞു പോകുന്നതിന്റെ കഥയൊക്കെ കാണിച്ച് കയറിപ്പോകുന്ന പോലീസിനറിയാം. അത്തരത്തിൽ ഒരു സമര നാടകം അവിടെ നടത്തിയിട്ട് ആ സമര നാടകത്തിന്റെ പേരിൽ സംഘപരിവാർ വിരുദ്ധത അഭിനയിക്കാൻ SFI ശ്രമിച്ചാൽ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല. കാരണം ഈ കേരളത്തിൽ നിന്ന് തിരിച്ചു വിളിക്കണം, കേരളത്തിൽ നിന്ന് തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഒരു പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയത്തിനെ എതിർത്ത് തോൽപ്പിച്ച CPM ആണ്. ഇവർ ഒരുമിച്ച് ചർച്ച ചെയ്ത് കണ്ണൂർ രവീന്ദ്രൻ ഉൾപ്പെടെ നിയമിച്ച അഡ്ജസ്റ്റ്മെന്റ് ഇവർ എപ്പോഴും നടത്തിയിട്ടുണ്ട്. ആ അഡ്ജസ്റ്റ്മെന്റിന്റെ പുറകിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇവിടെ പ്രവർത്തിക്കാനുള്ള മുഴുവൻ അവസരവും ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹത്തിന് ഇത് ചെയ്തതിനു ശേഷം
സാർ, ഇനിയെങ്കിലും വിഷയത്തിലേക്ക് വാ. ഇനിയെങ്കിലും ഒന്ന് ആ വിഷയത്തിലേക്ക് വാ. ഇവിടെ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല ആ സെനറ്റിലുള്ളത്, തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ കൂടുതലുണ്ട്. ഗവർണർ നോമിനേറ്റ് ചെയ്യാൻ എത്രയാണ്? 18 19 അംഗങ്ങളാണ്. അതിൽ ബഹുഭൂരിപക്ഷം ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നത് RSS അനുകൂലികളെയാണ്. അല്ലാതെ 1-2 കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, 1-2 ലീഗ് പ്രവർത്തകരുണ്ടെന്ന് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലീഗ് സംഘടനാ നേതാക്കളുണ്ട്. എനിക്ക് അതിന്റെ സ്ഥിരീകരണം അറിയില്ല. ബാക്കി ഈ 4 അത് വിവേചനാധികാരമാണ് ഗവർണർക്ക് എന്ന് പറഞ്ഞാൽ, സാക്ഷാൽ മോഹൻ ഭഗവതിനെ ഏതെങ്കിലും കാറ്റഗറിയിൽ കൊണ്ട് നോമിനേറ്റ് ചെയ്താലും അത് ഗവർണറുടെ വിവേചനാധികാരമാണ്, അല്ലെങ്കിൽ ചാൻസലറുടെ വിവേചനാധികാരമാണ്. പക്ഷേ 4 കുട്ടികളുടെ കാര്യം അങ്ങനെയല്ല. അവിടെ മെറിറ്റോറിയസ് ആവണമെന്ന് ചട്ടം പറയുന്നു. ആ ചട്ടം നോക്കാതെ ഒരുപക്ഷെ BJP ആരോ കൊടുത്ത ലിസ്റ്റ് അങ്ങനെ കൊടുത്തതിലെ പിഴവ് നിങ്ങളൊന്നും നേരാവണ്ണം തെളിയാവണ്ണം ഇത് ശരിയല്ല ഗവർണറെ, ചാൻസലറെ എന്നൊന്ന് പറ രാജു പി നായർ. ഞങ്ങളത് ശരിയല്ലെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ. എന്ന് ആര് പറഞ്ഞു? KPC അധ്യക്ഷൻ ഇപ്പോൾ പറഞ്ഞത് സംഘപരിവാർ എന്താ കുഴപ്പമെന്ന് ചോദിച്ചേ. ഹാഷ്മി ഞാൻ പറയട്ടെ. KPCC പ്രസിഡന്റ് പറയുന്നതിൽ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് അത് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ പറയുന്നുണ്ട് എന്താ, ഈ കണ്ണൂർ VC-യുടെ നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയിൽ ചാൻസലർക്ക് പൂർണ്ണ അധികാരം നൽകി. ചാൻസലർക്ക് പൂർണ്ണ അധികാരം കൊടുത്തപ്പോൾ നേരത്തെ CPM കേരളത്തിന്റെ വാർസിറ്റികളിൽ നടത്താൻ ശ്രമിച്ചിരുന്ന അനധികൃത നിയമനങ്ങൾ, അതിനെതിരെ അദ്ദേഹത്തിന് ഒരു വളരെ എന്താ പറയുക, ഒരു നല്ല ഒരു നിലപാടെടുക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അതെന്തായിരുന്നു? നീതിയുക്തമായ നിലപാടായിരുന്നു. അവിടെ നീതിയുക്തമായ നിലപാടെന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടവരെ നിയമിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ സംഘപരിവാറിന്റെ ഏജന്റായി ഗവർണർ മാറിക്കൊണ്ട് അവിടുത്തെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ പെട്ട സംഘപരിവാരം ഉപയോഗിച്ചുകൊണ്ട് BJP-യുടെ ജില്ലാ കമ്മിറ്റി കൊടുത്ത ലിസ്റ്റ് അതേപടി അംഗീകരിച്ചു, അതേപടി വെച്ചു. അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അതിനെതിരെ കൃത്യമായിട്ടുള്ള നിലപാട്, നിലപാട് എത്താം. പക്ഷേ ഇത് പറയേണ്ടത് അങ്ങയുടെ അധ്യക്ഷൻ KPCC അധ്യക്ഷനാണ്. ഇത് പറയേണ്ടത് K. സുധാകരൻ MP-യാണ്. പ്രത്യേകിച്ച് ഈ ദിവസം അത് പറയേണ്ടതിന് കാരണം എന്താണ് ഒരുപക്ഷെ രാജ്യചരിത്രത്തിൽ റെക്കോർഡ് MP-മാരെ പുറത്താക്കലാണ് എന്ന് പറഞ്ഞാൽ, അവിടെ ഇനിയിപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും ഈ സമ്മേളനങ്ങളിൽ വിരലിലെണ്ണാവുന്ന കുറച്ച് MP-മാർ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി MP-മാരെ മൊത്തം ഈ പറയുന്ന BJP MP-ക്കെതിരെ ആരുടെ പാസിലാണോ ലോക്സഭയിൽ കടന്നു കയറി പുകബോംബ് പൊട്ടിച്ചത്, ആ BJP MP-ക്കെതിരെ പേരിനൊരു നോട്ടീസ് പോലും നൽകാത്ത ആ സംവിധാനം 140 MP-മാരെ പുറത്ത് നിർത്തി മഴ നനയിക്കുന്ന ആ സമയത്ത് ആ ദിവസം KPC അധ്യക്ഷൻ ഇത് കുറച്ചുകൂടി ശക്തമായി പറയേണ്ടതായിരുന്നു. ആ ദിവസം KPC അധ്യക്ഷൻ ചോദിക്കുന്നത് സംഘപരിവാറിൽ കൊള്ളാവുന്നവരുണ്ടാവില്ല എന്നുള്ളതാണ്. ഞാൻ ചൂണ്ടിക്കാട്ടുള്ളൂ. ഞാൻ അങ്ങയിലേക്ക് എത്തും. സന്ധ്യവാരിലേക്ക് വരുന്നതിന് മുമ്പ് PK കൃഷ്ണദാസിന്റെ ഒരു പ്രതികരണം ഒന്ന് കേൾക്കണം. ഇന്ന് പറഞ്ഞതാണ് 356 വകുപ്പ് ഭരണഘടനയിൽ ഉണ്ട് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ല, അങ്ങനെ ഉണ്ട്. ഞങ്ങൾ 356 വകുപ്പ് ഉപയോഗിച്ച് ഏതെങ്കിലും ഗവൺമെൻറ്റിനെ പിരിച്ചുവിടണം എന്നൊന്നും ആവശ്യപ്പെടുന്നില്ല. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികരായ കോൺഗ്രസ് ആണ് 100-ലധികം തവണ കേരളത്തിലെ EMS ഗവൺമെൻറ് ഉൾപ്പെടെ 356 വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിട്ടത്. CPM ഇവിടെ മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുത് എന്നൊരു പഴയ പഴഞ്ചൊല്ലുണ്ട്. BJP-കാരൻ തിരുത്തു വായിക്കണം. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും ഗവർണറെ കണ്ടും കൊതിക്കേണ്ട BJP കേരളത്തിൽ അങ്ങനെ കേന്ദ്രഭരണം വരുമെന്ന്. സന്ദീപ് വാര്യർ. അഷ്മി, ഈ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ പറയാം, അഷ്മി ഇന്ന് SFIയുടെ നേതാവ് ഇല്ലാത്തതിൻ്റെ ഒരു വേക്കൻസി ഏറ്റെടുത്തുകൊണ്ട് പഴയകാല SFI പ്രതിനിധി എന്ന പേരിൽ ഈ ചർച്ചയെ നയിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിൻ്റെ തുടക്കം മുതൽക്ക് ഹാഷ്മി കൃത്യമായിട്ട് CPM അനുകൂല SFI അനുകൂല നിലപാടും കഴിഞ്ഞ ദിവസങ്ങളിൽ SFI ചെയ്ത സമരത്തിൽ അവർക്ക് പൊതുസമൂഹത്തിൽ നിന്ന് ഏറ്റിട്ടുള്ള വലിയ തോതിലുള്ള അപമാനം, വഷളത്വം, അത് മറച്ചു വെക്കാൻ കാട്ടിക്കൂട്ടുന്ന അഭ്യാസവും അവരെ എങ്ങനെയെങ്കിലും സമൂഹത്തിന് മുന്നിൽ അവരുടെ മുഖംമൂടി ഈ മുഖത്ത് ഏറ്റിട്ടുള്ള അപമാനം അതൊന്ന് മാറ്റിക്കാനുള്ള പരിശ്രമമാണ് ഈ ചർച്ചയിൽ ഉടനീളം നടത്തുന്നത്, തുടക്കം മുതൽ നടത്തുന്നത് എന്നുള്ളത് സാമാന്യം ഈ ചർച്ച കൊണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും SFIയുടെ പ്രതിനിധി ഇല്ലെങ്കിലും ഹാഷ്മി ഇവിടെ ഉള്ളത് നന്നായി. ഹാഷ്മി SFIയുടെ ഭാഗം പറയുന്നുണ്ടല്ലോ. SFIക്ക് വേണ്ടിയാണല്ലോ ഈ ചർച്ച തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം പറയാം, ഞങ്ങൾ എന്തായാലും ഗവർണറെ കണ്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളുകളല്ല. ഞങ്ങൾ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിട്ട് ദീർഘകാലം ഈ രാജ്യത്ത് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് ഈ രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങൾ ഒരിക്കൽ സർക്കാർ തകർത്ത സമയത്ത്, നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ അടക്കം പിടിച്ച് ജയിലിലിട്ട കാലത്ത്, ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലടച്ച കാലത്ത് ആ ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏതെങ്കിലും ഗവർണറെ കണ്ടോ അധികാരം കണ്ടോ നാളെ ഏതെങ്കിലും അധികാര സ്ഥാനത്ത് എത്തുന്ന വിദൂരമായിട്ടൊരു സ്വപ്നം കണ്ടിട്ടോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ദീർഘകാലം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ജനങ്ങൾ നൽകിയ അംഗീകാരം കൊണ്ട് ഈ രാജ്യത്ത് 10-18 സംസ്ഥാനങ്ങൾ
ഭരിക്കുകയും രാജ്യത്ത് തുടർച്ചയായി 2ാം തവണയും ഭരണത്തിലെത്തുകയും ചെയ്തിട്ടുള്ള സർക്കാരാണ് ഇവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഗവർണറുടെയോ അല്ലെങ്കിൽ ഭരണഘടനാ പദവിയുടെയോ ബലത്തിലല്ല ഞങ്ങൾ എവിടെയും അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ സംസ്ഥാനത്ത് ഒരു ഗവർണർ ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം നിരന്തരമായിട്ട് ചില കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. അത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ചയ്ക്കെതിരെയാണ് അദ്ദേഹം കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർച്ചയിലാണ് എന്നുള്ളത് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിട്ടുള്ള അറിവല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ കുറേ കാലമായി നിലവാര തകർച്ചയിലാണ്. കേരളത്തിലെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനവും രാജ്യത്തെ ഏറ്റവും മികച്ച 100 ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ ലിസ്റ്റിൽ പോലും ഇല്ല എന്നുള്ള സത്യം നമ്മളൊക്കെ തിരിച്ചറിയണം. ഒരു കാലത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാക്കാൻ വേണ്ടി ആൽബർട്ട് ഐൻസ്റ്റീനെ ക്ഷണിക്കാൻ പോയ ഒരു പാരമ്പര്യം തിരുവിതാംകൂറിനുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ആൽബർട്ട് ഐൻസ്റ്റീൻ അന്ന് വന്നില്ല എന്നുള്ളത് ശരിയാണ്, എങ്കിൽ പോലും അതിനുള്ള ധൈര്യം പോലും കാണിച്ചൊരു കാലം നമുക്കുണ്ടായിരുന്നു. അവിടുന്ന് കേരളം എത്ര പുറകോട്ട് പോയി. ഇന്ന് കേരളത്തിൽ നല്ല രീതിയിൽ മാർക്ക് നേടി +2 ജയിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കേരളത്തിലെ കോളേജുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അവർ അന്യ സംസ്ഥാനങ്ങളിലേക്കോ വിദേശ രാജ്യങ്ങളിലേക്കോ പഠനത്തിന് വേണ്ടി പോവുകയാണ്. കേരളത്തിലെ കോളേജുകളിലേക്ക് നിലവാരം കുറഞ്ഞ അതല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ മാത്രം ആശ്രയിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ കോളേജ് വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും മാറിയതിന് പിറകിൽ ആരുടെ കൈകടത്തലാണ്? ഇവിടുത്തെ രാഷ്ട്രീയ കൈകടത്തലുകളാണ്. പ്രത്യേകിച്ച് CPM-ന്റെ SFI താങ്കൾ എന്നെ മുൻ SFI-ക്കാരനെന്ന് ആരോപിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിനോട് ഞാൻ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ, താങ്കൾ അതേ കസേരയിൽ കഴിഞ്ഞ ദിവസം പ്രകാശം മാസ്റ്റർ വന്നിരുന്ന് എന്നോട് പറഞ്ഞത് BJP-യിലോ കോൺഗ്രസിലോ പോയി ചേര് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിലും കുറച്ച് കടുപ്പത്തിൽ എന്താണ് കിറ്റോ ആന്റണിയോ അങ്ങനെ എന്തോ പറഞ്ഞ ഒരു സൈബർ അല്പബുദ്ധിയായ ഒരു സൈബർ ഒരു കക്ഷി എന്നെ ഒരു മതപ്രഭാഷകന്റെ തൊപ്പിയൊക്കെ ധരിപ്പിച്ച് വർഗീയമായി ചിത്രീകരിച്ചു സൈബർ മീഡിയയിൽ. വേറൊരു അല്പബുദ്ധി എന്നോട് SDPയിൽ പോയി ചേരാൻ ഒരു കാലത്ത് ഈ പറയുന്ന സൈബർ അടിമ തന്നെയാണ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പറയുന്ന സാധനമൊക്കെ ഞാൻ എന്താണ് നമ്മളെ വാക്കുകൾ കേൾക്കുന്ന എന്താണ് ആ മുറിവിലുണ്ടാകുന്ന രോഷം എന്നതിനപ്പുറം ഞാൻ മുഖവിലേക്ക് എടുക്കുന്നത്. സന്ദീപ്, എൻ്റെ ചോദ്യം SFI ഇവിടെ കൃത്യമായ ഒരു ചോദ്യം ചോദിക്കുന്നു. എന്താണ് ആ ചോദ്യം? സെനറ്റിലേക്ക് അവിടെ 1ാം റാങ്കുകാരെ അല്ലെങ്കിൽ കലാതിലകത്തെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളെ കൊടുത്തിട്ട് അത് വെട്ടി യോഗ്യതയില്ലാത്ത 3 സെമസ്റ്ററിന് മാർക്ക് വരാത്ത 2 മാർക്ക് വന്നപ്പോൾ B ഗ്രേഡോ C ഗ്രേഡോ ഒക്കെ ആയ ABVP ഭാരവാഹികളെ മാത്രം തിരികെ കയറ്റിയതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് വിശദീകരിക്കാൻ സന്ദീപിന് അറിയാമോ? ഗവർണർ പറയുന്നില്ല, അല്ലെങ്കിൽ ചാൻസലർ പറയുന്നില്ല. ഞാൻ ആഷ്മി ആ ഉത്തരത്തിലേക്ക് ഞാൻ വരാം, ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പായിട്ട് ആമുഖമായി പറയേണ്ട ചില കാര്യങ്ങൾ, അത് പറഞ്ഞാലേ ജനങ്ങൾക്ക് ഈ വിഷയം കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളിൽ SFI-യും CPM-ഉം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ മൂലം സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല പാടെ തകരുകയും വ്യാജ സർട്ടിഫിക്കറ്റ് മുതൽ CPM നേതാക്കളുടെ ഭാര്യമാർക്ക് ജോലി കിട്ടാനുള്ള ഇടങ്ങളായി, അവർക്ക് ജോലി കൊടുക്കാനുള്ള പിൻവാതിൽ നിയമനം നടത്താനുള്ള ഇടങ്ങളായിട്ടും ഒക്കെ, CPM പ്രവർത്തകർക്ക് പിൻവാതിൽ നിയമനം നടത്താനുള്ള ഇടങ്ങളായിട്ടൊക്കെ ഈ സർവകലാശാലകളെ മാറ്റിയതിൻ്റെ ദുരന്ത ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുസാറ്റ് പോലെയുള്ള ഒരു സ്ഥാപനം പോലും രാജ്യത്തെ പ്രധാനപ്പെട്ട എണ്ണം പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ പട്ടികയിൽ പെടുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞിട്ട് ഏറെ ദിവസമായിട്ടില്ല. ഇവിടെ A+ കിട്ടിയവന് പോലും സ്വന്തം പേരെഴുതാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് ആരാ പറഞ്ഞത്? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ്. അപ്പോൾ അതൊക്കെ നിലവിലെ കേരളത്തിലെ വിദ്യാഭ്യാസ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കാലം തൊട്ടുള്ള ആ കാലവുമായി നമ്മൾ താരതമ്യം ചെയ്യണം. നമ്മൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? മുൾമുനയിൽ നിർത്തി ഞാൻ തന്നെ ഇൻട്രോ അടിച്ചിട്ടുള്ളതാണ്. പോട്ടെ, എന്റെ ചോദ്യം നേർക്കുനേർ ചോദ്യമാണ്. എന്റെ ചോദ്യം നേർക്കുനേർ ചോദ്യമാണ്. സന്ദീപ്, ഈ പറയുന്ന BA മ്യൂസിക്കിൽ 1ാം റാങ്കുകാരിയെ, മറ്റ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലെ 1ാം റാങ്കുകാരെ, കലാതിലകത്തെ വെങ്കൽ ടഗ് ഓഫ് വാറിലെ വെങ്കൽ മെഡൽ ജേതാവിനെ അടക്കം ഏറ്റവും യോഗ്യരായ കുട്ടികളുടെ പട്ടിക കൊടുത്ത് അത് വെട്ടി തോട്ടിക്കളയാൻ ഗവർണറുടെ ചേതോവികാരം എന്ത് എന്ന ചോദ്യം ഞാൻ രാഷ്ട്രപതിയോട് പറഞ്ഞോളാന്നാണ് പറയുന്നത് ഗവർണർ. അങ്ങനെ രാഷ്ട്രപതിയോട് പറഞ്ഞാൽ പറ്റില്ല. ചാൻസലർ എന്നുള്ള പദവി രാഷ്ട്രപതിയോട് മറുപടി പറയേണ്ട പദവിയല്ല, അത് കേരളത്തോട് മറുപടി പറയേണ്ട പദവിയാണ്. നിലവിൽ ആ വിഷയം സബ്ജുഡീസ് ആയിട്ടുള്ള വിഷയമാണ്, കോടതിയുടെ പരിഗണനയിൽ കിടക്കുകയാണ്. അവിടെ പോയിട്ടുള്ള ആളുകൾക്ക് 4 കുട്ടികളുടെ പേരിൻ്റെ കാര്യത്തിൽ മാത്രം ഗവർണർ പറയുന്നത് സ്റ്റേ ഇല്ല എന്നുള്ളതാണ്. 4 കുട്ടികളുടെ കാര്യത്തിൽ മാത്രമാണ് അവിടെ ഒരു ഓർഡർ ഉള്ളത് എന്നാണ് ഗവർണർ പറയുന്നത്. ഞാൻ ആ സ്റ്റേ ഓർഡർ കണ്ടിട്ടില്ല, അതുകൊണ്ട് അത് സംബന്ധിച്ച അഭിപ്രായം എനിക്ക് ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ ബാക്കി ഗവർണർക്ക് അല്ലെങ്കിൽ ചാൻസലർക്ക് വിവേചനാധികാരമുള്ള പേരുകളിൽ സാക്ഷാൽ മോഹൻ ഭഗവതിനെ ഏതെങ്കിലും ഹെഡിൽ നിയമിച്ചാലും അത് അദ്ദേഹത്തിന് വിവേചനാധികാരമാണ്. ബാക്കി പറയുന്ന ഈ 14 പേരെയും ഗവർണർ നിയമിച്ചത് ഈ പറയുന്ന RSS അനുകൂലികളെയും സംഘപരിവാർ വക്താക്കളെയും ഒരു തർക്കമാക്കാര്യത്തിലില്ല. കുട്ടികളുടെ കാര്യത്തിൽ പ്രശ്നം എന്താണ്? അതിൽ ചട്ടം പറയുന്നു
എന്താണ് 4 സ്റ്റുഡൻസ് നോമിനേറ്റഡ് ബൈ ദ ചാൻസലർ, 1 ഹാവിംഗ് അറ്റൻഡിംഗ് എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് അക്കാഡമിക് എബിലിറ്റി ഇൻ ഹ്യൂമാനിറ്റീസ്, 1 ഹാവിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എബിലിറ്റി ഇൻ സയൻസ്, 1 ഹാവിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എബിലിറ്റി ഇൻ സ്പോർട്സ് ആൻഡ് 1 ഹാവിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എബിലിറ്റി ഇൻ ഫൈൻ ആർട്സ് എന്ന് പറയുന്നു. അതുപ്രകാരം സർവകലാശാല ലിസ്റ്റ് കൊടുക്കുന്നു. ആരുടെയൊക്കെയാണ്? അരുണിമ അശോക് ഫസ്റ്റ് റാങ്ക് BA മ്യൂസിക്, സ്വാതിലക്ഷ്മി HA ഫസ്റ്റ് റാങ്ക് BSW, ഭാഗ്യ സന്തോഷ് ഫസ്റ്റ് റാങ്ക് BA സാൻസ്ക്രിറ്റ് സ്പെഷ്യൽ, പല്ലവി കൃഷ്ണ ഫസ്റ്റ് റാങ്ക് BPA വീണ, എസ് അഭിരാമി ഫസ്റ്റ് റാങ്ക് BSc കമ്പ്യൂട്ടർ സയൻസ്, കാവ്യ TS ഫസ്റ്റ് റാങ്ക് BSc മാത്തമാറ്റിക്സ്, അവൻസൻ PS ബ്രോൺസ് മെഡൽ ടഗ് ഓഫ് ആർ മിക്സഡ് MSN കോളേജ് കായംകുളം, നന്ദകിഷോർ കലാപ്രതിഭ മാറിവാനിയോസ് കോളേജ് നാലാഞ്ചിറ തിരുവനന്തപുരം. ഈ പേരുകളെടുത്ത് തട്ടത്ത് വെച്ച് 4 ABVP ഭാരവാഹികളെ നിയമിക്കാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അതിന് സബ്ജുഡീസിലേക്ക് പോവല്ലേ? മറുപടി ഇല്ലെന്ന് പറയൂ അങ്ങനെയാണെങ്കിൽ. സന്ദീപ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ സെനറ്റിലേക്ക് നിയമനം നടത്തുന്ന സമയത്ത്, സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മന്ത്രിയായിരുന്ന സജി ചെറിയാൻ ഏത് സ്പോർട്സ് ഇനത്തിന്റെ പേരിലാണ് 2010 സെനറ്റിൽ വന്നത്? കൊല്ലത്തെ MP ആയിരുന്ന P രാജേന്ദ്രൻ ഏത് പിന്നെ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണ്? അസ്മി നിക്ക്, ഇവിടെ 2010 അല്ല, ഞാൻ പറഞ്ഞോട്ടെ 2010 P രാജേന്ദ്രൻ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നില്ല. അദ്ദേഹം ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന പേരിൽ ലിസ്റ്റിൽ വരുന്നു, സെനറ്റിലേക്ക് വരുന്നു. സജി ചെറിയാൻ സ്പോർട്സ് താരം എന്ന പേരിൽ വരുന്നു. സജി ചെറിയാൻ അറിയുന്ന സ്പോർട്സ് എന്താണ്? താളച്ചാട്ടാണോ? അതുപോലെ തന്നെ P പ്രസാദ്, ഇപ്പോഴത്തെ മന്ത്രി പ്രസാദ് വരുന്നുണ്ട്. ഈ മൂന്ന് പേരെയും നോമിനേറ്റ് ചെയ്ത ശേഷം 2 വർഷത്തിന് ശേഷം ഇവർക്ക് യോഗ്യതയില്ലെന്ന് കണ്ട് ചാൻസലർ തന്നെ അവരെ താങ്കൾ ആരോപിക്കുന്നത് ഒരു ഗോലി പോലും കളിച്ചിട്ടില്ലാത്ത സജി ചെറിയാൻ സ്പോർട്സ് കോട്ടയിൽ അങ്ങോട്ടേക്ക് വന്നെങ്കിൽ അത് രാഷ്ട്രീയമാണെങ്കിൽ, ABVP ഭാരവാഹികൾ യോഗ്യതയില്ലാതെ അതിൽ കടന്നുകൂടുന്നതെങ്കിൽ അത് ചാൻസലറുടെ രാഷ്ട്രീയമാണ്. അത് തന്നെയാണ് പറയുന്നത്. രാഷ്ട്രീയമുക്തമാക്കുമെന്ന് നാഴികയ്ക്ക് 400 വട്ടം എന്താണ് എപ്പോഴും പ്രതികരണം നടത്തുന്ന ഗവർണർ അദ്ദേഹത്തിന് തക്കം കിട്ടിയപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കുകയല്ലേ? സന്ദീപ് വാര്യർ, ചുവപ്പുവൽക്കരണം എന്ന് പറയുന്നത് അപ്പോൾ വ്യാജമല്ലേ, ഇരട്ടത്താപ്പല്ലേ, കള്ളമല്ലേ? അദ്ദേഹത്തിന് ആത്മാർത്ഥയുടെ തരിമ്പുണ്ടോ അങ്ങനെയെങ്കിൽ? അല്ല ഹാഷ്മി, ഞാൻ ചോദിക്കട്ടെ, ഈ സർവകലാശാലകളിൽ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത്, സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ റാങ്ക് അടിസ്ഥാനത്തിലോ മാർക്കിന്റെ അടിസ്ഥാനത്തിലോ ആയിരിക്കണം നോമിനേഷൻ എന്നായിരുന്നുവെങ്കിൽ ബ്രോൺസ് മെഡലിസ്റ്റിനെ അല്ലല്ലോ ഗോൾഡ് മെഡലിസ്റ്റിനെ നോമിനേറ്റ് ചെയ്യണമായിരുന്നല്ലോ. അപ്പോൾ ബ്രോൺസ് മെഡലിസ്റ്റിനെ നോമിനേറ്റ് ചെയ്തതിന്റെ പുറകിലും രാഷ്ട്രീയം. ഗോൾഡ് മെഡലിസ്റ്റിനെ അല്ല, അങ്ങനെയല്ല, സമ്മതിക്കുന്നു, അങ്ങനെയല്ല. അപ്പൊ മെറിറ്റ് നോക്കുന്നത് നിങ്ങൾ പറയണ്ട, നിങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ മെറിറ്റ് എന്ന് പറയുന്നത് റാങ്കോ അതല്ലെങ്കിൽ മാർക്കോ അല്ല, മറിച്ച് മെറിറ്റ് എന്ന് പറയുന്നത് വിവേചനാധികാരത്തിന്റെ ഭാഗമാണ്. കഴിവ്, കലാപരമായിട്ടുള്ള കഴിവോ സർവകലാശാലകളുടെ ഗുണപരമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഒരു വിദ്യാർത്ഥിയിൽ ഗവർണർക്ക് വിശ്വാസം തോന്നിയാൽ ആ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഗവർണർക്ക് ചെയ്യാം. താങ്കൾ ചോദിച്ചു എന്തുകൊണ്ട് ബ്രോൺസ് മെഡലിസ്റ്റിനെ, എന്തുകൊണ്ട് താങ്കൾ ചോദിച്ചു, താങ്കൾ കാര്യം അറിയാതെ പറയുന്നതാണ്. താങ്കൾ കാര്യമറിയാത്ത ചോദ്യമാണ്. താങ്കൾ കുറ്റമല്ല എന്നൊന്നും അറിഞ്ഞിരിക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ബ്രോൺസ് മെഡലിസ്റ്റ് എന്തുകൊണ്ട് അല്ല ഒരു ഞാൻ പറഞ്ഞു താങ്കൾ നടങ്ങിയാൽ എന്നെ മറുപടി പറയാൻ അനുവദിച്ചാൽ ഞാൻ മറുപടി പറയും. അതുകൊണ്ട് താങ്കൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ ചോദ്യത്തിന് സർ, താങ്കളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുമെന്ന് അറിയാവുന്നതുകൊണ്ട് താങ്കൾ മറുപടി അനുവദിക്കുന്നില്ല. താങ്കൾ മറുപടി പറയാൻ സമ്മതിച്ചാൽ ഞാൻ മറുപടി പറയാം. മറുപടി ഉണ്ടെങ്കിൽ ഉത്തരവില്ലാത്തോണ്ട് സമ്മതിച്ചേ. നിങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. കൃത്യമായിട്ട് പറയുന്നു, ഇത് വിവേചനാധികാരമാണ്. ആ വിവേചനാധികാരം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അതിൽ പ്രശ്നമുള്ള ആളുകൾ കോടതിയിൽ പോകാം. ജുഡീഷ്യൽ റിവ്യൂവിന് പോയിട്ടുണ്ടല്ലോ. കോടതി പറയട്ടെ. കോടതി പറയുമ്പോൾ ഗവർണർ കേട്ടോളും, ചാൻസലർ കേട്ടോളും. എന്തായാലും പ്രശ്നമുള്ളത് കോടതി പറഞ്ഞോട്ടെ. ഇതിലെ പ്രശ്നം എന്തുകൊണ്ട് നിങ്ങൾ ജഡ്ജി ആവണ്ടെന്നേ, ജഡ്ജി ആവണ്ട. ആശ്മിക്ക് കോട്ടുണ്ടെന്നേ ഉള്ളൂ. സർ, ഞാൻ ജഡ്ജി അല്ല സർ. സാറിന്റെ മറുപടി ഉണ്ട്, അതുകൊണ്ടാണ് താങ്കൾ
അങ്ങനെ പ്രകോപനമാവുന്നു. താങ്കൾ ചോദിച്ചു എന്തുകൊണ്ട് ബ്രോൺസ് മെഡലിസ്റ്റും ചോദിച്ചു. എന്താണ് മെറിറ്റ് ആണെങ്കിൽ ഗോൾഡ് മെഡലിസ്റ്റ് അല്ലേ വരേണ്ടത്? ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് അറിയാമോ? എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 1ാം റാങ്കുകാരായ ഗോൾഡ് മെഡലിസ്റ്റുകളായ എല്ലാ കുട്ടികളുടെയും ലിസ്റ്റ് എടുക്കുകയും ഈ കുട്ടികൾ അങ്ങോട്ടേക്ക് ചോദിക്കും, സെനറ്റിലേക്ക് നിങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന്. ഈ കുട്ടികൾ അതിന് സന്നദ്ധത അറിയിക്കുന്ന കുട്ടികളിൽ നിന്നാണ് ഈ ലിസ്റ്റ് സർവകലാശാല തയ്യാറാക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഗോൾഡ് മെഡലിസ്റ്റോ സിൽവർ മെഡലിസ്റ്റോ അവിടെ സന്നദ്ധത അറിയിത്തില്ലെങ്കിൽ ഉറപ്പായും ബ്രോൺസ് മെഡലിസ്റ്റ് ആണ്. ഒന്ന് അതാണ് താങ്കൾ ആദ്യം ചോദ്യം. രണ്ടാമത്തെ കാര്യം, താങ്കൾ ചോദിച്ചു ചട്ടം കാണിച്ചു തരാമെന്ന്. ഞാൻ കാണിച്ചു തരാം, ചട്ടം കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ വായിക്കുന്നു. 4 സ്റ്റുഡൻസ് നോമിനേറ്റഡ് ബൈ ദ ചാൻസലർ, 1 ഹാവിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് അക്കാഡമിക് എബിലിറ്റി ഇൻ ഹ്യൂമാനിറ്റീസ്, 1 ഹാവിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് അക്കാഡമിക് എബിലിറ്റി ഇൻ സയൻസ്, 1 ഹാവിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എബിലിറ്റി ഇൻ സ്പോർട്സ് ആൻഡ് 1 ഹാവിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എബിലിറ്റി ഇൻ ഫൈൻ ആർട്സ്. അക്കാഡമിക് എബിലിറ്റി നമ്മൾ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? തൽക്കാലം അത് ശരിയെങ്കിലും തെറ്റെങ്കിലും അത് പരീക്ഷാടിസ്ഥാനത്തിലാണ്, റാങ്കിലൂടെയാണ്, മാർക്കിലൂടെയാണ്. അതുകൊണ്ടാണ് 1ാം റാങ്കുകാർ ലിസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ബ്രോൺസ് മെഡലിസ്റ്റ് ലിസ്റ്റ്. ഇനി താങ്കൾ പറയുന്ന അങ്ങനെയാണെന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് അക്കാഡമിക് എബിലിറ്റി എന്താണ്? സന്ദീപേ 3 സെമസ്റ്റർ കഴിഞ്ഞ് മാർക്ക് വന്നപ്പോൾ ബി ഗ്രേഡ് കിട്ടിയ കുട്ടിയേക്കാൾ സർ 3 സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ മാർക്ക് വന്നപ്പോൾ ബി ഗ്രേഡ് കിട്ടിയ കുട്ടിയേക്കാൾ അക്കാഡമിക് ഔട്ട്സ്റ്റാൻഡിംഗ് ആരാണ്? 1ാം റാങ്കുകാരനാണ് അല്ലേ? കേരള നടനത്തിൽ ജസ്റ്റ് പോയി പങ്കെടുത്ത കുട്ടിയേക്കാൾ യോഗ്യത ആർക്കാണ്? കലാപ്രതിഭയ്ക്കാണ് അല്ലേ? കേരള നടനത്തിൽ ജസ്റ്റ് പോയി പങ്കെടുത്ത ABVP ഭാരവാഹിയേക്കാൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആരാണ്? കലാതിലകമാണ്. വായിച്ച സർവകലാശാല ചട്ടത്തിൽ തന്നെ അല്ലല്ല നിങ്ങൾ വായിച്ച ചട്ടത്തിൽ തന്നെ വ്യക്തമായിട്ട് 1ാം റാങ്കുകാരന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചാൽ അത് ഗവർണറുടെ വേതനാധികാരത്തിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചയാളുടെ സേവനം ഒരു ഉരുളില്ല. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് അശ്മി പ്ലീസ്, ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച ആളുകളുടെ സേവനം സർവകലാശാലയ്ക്ക് ഗുണകരമാവുന്ന ഗവർണറുടെ വിവേചനാധികാരത്തിൽ ബോധ്യപ്പെടണം. അവരുടെ ചാൻസലറുടെ വിവേചനാധികാരത്തിൽ അത് ബോധ്യപ്പെട്ട ആളുകൾക്ക് കൊടുത്തു. അത്രേ ഉള്ളൂ. ഔട്ട്സ്റ്റാൻഡിംഗ് അക്കാഡമിക് എബിലിറ്റി എന്ന് പറഞ്ഞ എന്താണ് എന്റെ ചോദ്യം? ഔട്ട്സ്റ്റാൻഡിംഗ് കോടതി വരട്ടെ ഉറപ്പാണ്. ഇതിൽ ഔട്ട്സ്റ്റാൻഡിംഗ് അക്കാഡമിക് എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് അത്? സർവകലാശാല തീരുമാനിക്കലാണ്. ഇക്കാലം അത്രയും നടന്നത് എങ്ങനെയാണ് സർ? ഇക്കാലം അത്രയും നടന്നത് എങ്ങനെയാണ്? സർവകലാശാലയോട് ചോദിക്കുന്നു അക്കാഡമിക് ഔട്ട്സ്റ്റാൻഡിംഗ് എബിലിറ്റി ഉള്ള കുട്ടികൾ ആരാണ്? റാങ്കുകാരുടെയും കലാതിലകത്തിന്റെയും ഒക്കെ അത് വേറെ കാര്യമാണ്. റാങ്കുകാരുടെയും കലാതിലകങ്ങളുടെയും പട്ടിക സർവകലാശാല കൊടുക്കലാണ്. റാങ്കുകാരുടെയും അത് രാഷ്ട്രീയമാണ്. സാർ അത് രാഷ്ട്രീയമാണെന്ന് പറ. രാഷ്ട്രീയമാണ്, സമ്മതിക്കാം. അത് രാഷ്ട്രീയമാണ്, സമ്മതിക്കാം സന്ദീപേ, അത് രാഷ്ട്രീയമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കളിക്കുന്നതും രാഷ്ട്രീയമാണെന്നേ പറഞ്ഞുള്ളൂ. സാർ സജി ചെറിയാൻ വന്നതിൽ, ചന്ദ്രശേഖരൻ വന്നതിൽ, പി പ്രസാദ് വന്നത് രാഷ്ട്രീയമാണ്, സമ്മതിക്കുന്നു. പക്ഷെ 4 യോഗ്യതയില്ലാത്ത ABVPക്കാരെ നുഴഞ്ഞു കയറ്റിയ ഒരു വധശ്രമ കേസിലെ ഒരു പ്രായമുള്ള ആനാവൂരൻ നാരായണൻ താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ആനാവൂരൻ നാരായണൻ ഓർമ്മയുണ്ടോ? ആരാണ് നാനാവൂർ നായരെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയുടെ ഭാര്യക്കടക്കം നോമിനേഷൻ കൊടുക്കുന്നുവെങ്കിൽ അത് ആരിഫ് മുഹമ്മദ് ഖാന്റെ സംഘരാഷ്ട്രീയമാണ്. അല്ലല്ല, നിങ്ങൾ പറയുന്നത് അവരെ അപമാനിക്കുന്ന പോലെ ലക്ഷ്മി. അല്ല അശ്മി, ഒരു സ്ത്രീയുടെ ഭർത്താവ് ഒരു കുറ്റം ചെയ്തു ഇനി നിങ്ങൾ ആരോപിക്കപ്പെടുന്ന പോലെ ഉണ്ടെങ്കിൽ തന്നെ ആ സ്ത്രീക്ക് കിട്ടേണ്ട ജോലി കിട്ടേണ്ട ഒരു ആനുകൂല്യം കിട്ടാൻ അർഹതയില്ലേ? എന്ത് അപമാനിക്കല? ഒരു സ്ത്രീയെ നിങ്ങൾ അവഹേളിക്കല്ലേ ചെയ്യുന്നത്? അവഹേളിക്കല്ലേ ചെയ്യുന്നത്? ആ സ്ത്രീയുടെ ഭർത്താവ് കുറ്റം അവരെന്ത് പഴിച്ചു? അല്ലല്ല, ഈ രാജ്യത്ത് നിങ്ങൾ കുടുംബത്തെ ഒന്നിച്ചിട്ടാണോ? അവരുടെ യോഗ്യത അറിയോ? പിന്നെ തോന്നിയ ദിവസം നിങ്ങൾ പറയുന്നത് സന്ദീപിന്റെ യോഗ്യത അറിയോ? അവരുടെ യോഗ്യത സന്ദീപിന് അറിയോ? 1ാം റാങ്കുകാരേക്കാൾ കലാതിലകത്തേക്കാൾ തടവുകളുടെ ഭാര്യക്കുള്ള യോഗ്യത എന്താണ്? ആ സ്ത്രീയുടെ ഭർത്താവ് കുറ്റവാളിയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ആ സ്ത്രീയെ അവഹേളിക്കുന്നത്? RSSകാരന്റെ ഭാര്യയാണ്. ഒരു ചർച്ചയിൽ, പരസ്യമായ ചർച്ചയിൽ നിങ്ങൾ ആ സ്ത്രീയുടെ ഭർത്താവ് കുറ്റവാളിയാണ് ആ സ്ത്രീയെ നിങ്ങൾ എന്തിനാ ഈ ചർച്ചയെ അവഹേളിക്കുന്നത്? കൊണ്ടുവന്ന പോയിന്റ് ഒക്കെ പൊളിഞ്ഞ നൈരാശ്യത്തിൽ പറഞ്ഞോളൂ, കുഴപ്പമില്ല. അവരൊന്നും പിഴച്ചില്ല. പക്ഷെ അവർ ഈ പറയുന്ന പട്ടികയിൽ മുഴുവൻ RSSകാരാവുകയും RSSകാരന്റെ ഭാര്യയാകുകയും ചെയ്യുന്നതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് അവിടെ സംഘരാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആരോപണം ഉയർന്നാൽ തിരുത്താൻ ഈ രോഷം മതിയാവില്ല സന്ദീപ്. അതിനെ മറികടക്കാൻ ഈ രോഷം മതിയാവില്ല. ആരോപണം നിങ്ങൾ ഉന്നയിച്ചു, അതിനെന്താ പ്രശ്നമുള്ളത്? ഇവിടെ ഇവര് വഷളായി. കഴിഞ്ഞ കുറെ ദിവസമായി ഇവർ നടന്ന നാടകത്തിൽ ഇവര് വഷളായി. ആ വഷളത്തെ മാറ്റാൻ വേണ്ടി നിങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുന്ന ഒരു അന്തരീക്ഷം, ഒരു ചർച്ച, അതിലപ്പുറം ഒന്നും ഇതിലില്ല. ഇവര് എന്തായിരുന്നു പറഞ്ഞിരുന്നത്?
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കാല് കുത്താൻ സമ്മതിക്കില്ല എന്നല്ലേ? അല്ലാതെ അതൊക്കെ വേറെ കാര്യം. അത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. അതൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബാനർ അഴിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് നല്ല അന്തസ്സായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ തെരുവിലിറങ്ങി നടന്നല്ലോ. ഇപ്പൊ അവരെന്താ പറയുന്നത്? എന്റെ സന്ദീപ്, ഇത്ര കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന താങ്കൾക്കറിയാം. അദ്ദേഹത്തിനെതിരെ നിങ്ങൾ പിണറായി വിജയനെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലെന്ന് BJP വെല്ലുവിളിച്ചിട്ടില്ലേ? പിന്തുണയ്ക്കുന്നു എന്ന് അദ്ദേഹം തെളിയിച്ചു. അത്രേ സർ, പിണറായി വിജയനെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലെന്ന് BJP വെല്ലുവിളിച്ചിട്ടില്ലേ? ഉമ്മൻചാണ്ടിയെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലെന്ന് CPM വെല്ലുവിളിച്ചിട്ടില്ലേ? ഇവിടെ പല മന്ത്രിമാരെയും പുറത്തിറങ്ങാൻ അനുവദിക്കില്ല, റോഡിൽ കൂടി സഞ്ചാരം അനുവദിക്കില്ല എന്ന് പല രാഷ്ട്രീയ പാർട്ടികൾ വെല്ലുവിളിക്കുന്നില്ലേ? എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ മന്ത്രിമാരെയും റോഡിൽ കൂടി സഞ്ചരിക്കാതിരിക്കലാണോ? അത് കേവലം രാഷ്ട്രീയ മുദ്രാവാക്യമാണെന്ന് സന്ദീപൻ അറിയില്ലെങ്കിൽ പിന്നെ മറ്റാർക്കാണ് അറിയേണ്ടത്? സന്ദീപ്, അങ്ങനെയല്ല സാർ, അതിന്റെ വാച്യാർത്ഥമല്ല സാർ രാഷ്ട്രീയം. രാഘവനെതിരെയും ഉമ്മൻചാണ്ടിക്കെതിരെയും ഒക്കെ ഉണ്ടായത് ഇവിടെ എന്തായിരുന്നു? ഇവരെങ്ങനെയാ സമരം ചെയ്തിരുന്നത്? അടവ് നടക്കായിരുന്നത്? അദ്ദേഹം പേടിച്ചു പോകും നിങ്ങൾ കരുതിയോ? ഇവരെന്താ ചെയ്ത് കണ്ടിട്ടുള്ളതല്ലേ? സമരവീര് എവിടെ പോയി? പേടിച്ചു പോകുന്നു കരുതിയോ? ശരി, മറുപടി. പോലീസിനെ അവിടുന്ന് ഒതുങ്ങിപ്പോയതല്ലാതെ മറ്റെന്താ ഉള്ളത്? ഗവർണർ നല്ല അന്തസ്സായി വന്നു, അദ്ദേഹം സെമിനാറിൽ അന്തസ്സായി പങ്കെടുത്തു, അന്തസ്സായി സംസാരിച്ച് അത് തിരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന് കൃത്യമായി പറഞ്ഞു. അദ്ദേഹത്തിന് അർപ്പിതമായിട്ടുള്ള കർത്തവ്യമാണ് ചെയ്യുന്നത്, ചാൻസലർ ചെയ്യുന്നത്. ഈ വെല്ലുവിളിയൊന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ ഏശാൻ പോകുന്നില്ല. ആർഷോ, ഇവിടെ നിങ്ങൾ ഡോൺ സ്പിറ്റ് പാൻപരാഗ് ആൻഡ് ഹാൻസ് ഇൻ ദിസ് ക്യാമ്പസ് എന്നൊക്കെ പറയുന്നത് അത് വ്യക്തിപരമാണ്, അത് രാഷ്ട്രീയ മുദ്രാവാക്യമല്ല. പക്ഷെ നിങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ മുദ്രാവാക്യത്തിലെ ഒരു പ്രസക്തി എങ്ങനെയാണ് ഈ പറയുന്ന ഇപ്പോൾ ഈ 18 പേരിൽ 14 പേർക്കും ഈ പറയുന്ന ചാൻസലറുടെ വിവേചനാധികാരത്തിൽ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ചാൻസലറുടെ പൂർണ്ണമായ വിവേചനാധികാരത്തിൽ ഗവർണർക്ക് ആരിഫ് മുഹമ്മദ് ഖാന് ആരെ വേണമെങ്കിലും കയറ്റി വെക്കാം, അവിടെ നോമിനേറ്റ് ചെയ്യാം, ഒരു പ്രശ്നവും അക്കാര്യത്തില്ല. പക്ഷേ ഈ 4 വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ആ ചട്ടം ബാധകമാവില്ല എന്ന് ചാൻസലർ മറന്നുപോയി. അല്ലെങ്കിൽ BJP ലിസ്റ്റ് കൊടുത്തപ്പോൾ രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണറുടെ ഓഫീസിന് ഒരു പിഴവ് പറ്റി. ആ പിഴവ് നിങ്ങൾ ചോദിക്കുകയാണ്. അതിന് മറുപടി ഇല്ലെങ്കിൽ സമരം ഏതറ്റം വരെ കൊണ്ടുപോകാനാണ് ആർഷോയുടെയും താങ്കളുടെ സംഘടനയുടെയും ആലോചന? PM ആർഷോ, ഇതിൽ എല്ലാ തരത്തിലുള്ള ഭരണഘടനയുടെ ഉത്തരവാദിത്തങ്ങളും മറന്നുകൊണ്ട് എല്ലാ തരത്തിലും നിയമവിരുദ്ധമായി അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത നിലയിൽ, കേരള ജനതയ്ക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത നിലയിൽ കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ RSSന്റെ ഏജന്റ് കണക്കെ കേരളത്തിനകത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തു ചെയ്യണമെന്ന നിർദ്ദേശം BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് ലഭിക്കുന്നുവോ അതുമാത്രം ചെയ്യുന്ന നിലയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന സർവകലാശാലകളുടെ ചാൻസലർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 സർവകലാശാലകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ നിലവിൽ സെനറ്റ് നോമിനേഷൻ നടന്നിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാലയുടെ സെനറ്റ് നോമിനേഷൻ കഴിയുമ്പോൾ 9 RSSകാർ സെനറ്റിനകത്തേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. അതേപോലെ തന്നെ കേരള സർവകലാശാലയിൽ 15ഓളം വരുന്ന RSSകാർ സെനറ്റിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ സർവകലാശാലകളുടെ ചരിത്രത്തിൽ RSSനെ സംബന്ധിച്ച് അല്ലെങ്കിൽ RSSന്റെ ശിഖിരങ്ങളായിട്ടുള്ള വിവിധ സംഘടനകളെ സംബന്ധിച്ച് സർവകലാശാലകളുടെ ഭരണസമിതിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് സാധ്യമായ ഒന്നായിരുന്നില്ല. കാരണം സർവകലാശാലയുമായി ബന്ധപ്പെട്ട് 2 നിലയ്ക്കാണ് സെനറ്റിലേക്ക് ആളുകൾക്ക് എത്താൻ വേണ്ടി കഴിയും. ഒന്ന് ജനാധിപത്യപരമായ വോട്ടെടുപ്പിലൂടെയാണ്. വിവിധ മണ്ഡലങ്ങളിൽ നടക്കുന്ന ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകളിൽ ഇന്നോളം RSSന്റെ നേതാക്കന്മാരെ അല്ലെങ്കിൽ RSSന്റെ പ്രവർത്തകരെ, ABVPക്കാരെ, BJPക്കാരെ സർവകലാശാലകളുടെ ഭരണസമിതിയിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടുന്ന ജാഗ്രത പോയ കാലത്ത് അക്കാദമിക ലോകം വളരെ ഗൗരവത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇക്കൂട്ടർക്ക് ജനാധിപത്യ മാർഗത്തിലൂടെ തെരഞ്ഞെടുപ്പിലൂടെ സെനറ്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതികളിലേക്ക് എത്തുക എന്നുള്ളത് സാധ്യമല്ല. 2, കൃത്യമായി മെറിറ്റോറിയസ് ആയി, ഇപ്പോൾ നേരത്തെ ഞാൻ മുഴുവൻ ചർച്ച കേട്ടില്ല, വന്നുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചർച്ച കേരള സർവകലാശാലയിലെ 4 വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ആ നിലയിൽ കൃത്യമായ അക്കാദമിക്കായ അല്ലെങ്കിൽ മെറിറ്റോറിയസ് ആയിട്ടുള്ള ആളുകൾ സർവകലാശാലകളെ ഏറ്റവും മികച്ച നിലയിൽ മികവിന്റെ കേന്ദ്രങ്ങളാക്കി സർവകലാശാലകളെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തിയുള്ള ആളുകളാണ് എല്ലാ ഘട്ടത്തിലും ഭരണസമിതികൾക്കകത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ചാൻസലറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഓരോ മേഖലയിലെ മനുഷ്യരുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിൽ പഠിക്കുന്ന ഓരോ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ വിവരങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാനുള്ള സാധ്യത വളരെ വിരളാണ്. അതേ സംബന്ധിച്ച് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനുള്ള അതിന് മുൻപുണ്ടായിരുന്ന വൈസ് ചാൻസലർമാർക്കൊക്കെ സാധ്യമാകുന്ന ഒരു മാർഗം സന്ദീപ് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്
ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പൊ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ പറയുന്നുണ്ട്, കാവി എന്തോ കണ്ണിന് നല്ല കളറാണ്, ഖുറാനിൽ എവിടെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇടയ്ക്കൊരു ഘട്ടത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ഏവർക്കും വ്യക്തമാകുന്ന കാര്യവുമാണ്. ഇനി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ സംഘരാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് വാദത്തിന് സമ്മതിച്ചാൽ, സന്ദീപ് ചോദിക്കുന്നു, 2018 സജി ചെറിയാൻ എങ്ങനെയാണ് അവിടുത്തെ പ്രതിനിധിയായത്? ഗോലി പോലും കളിച്ചിട്ടില്ലാത്ത, കബഡി പോലും കളിച്ചിട്ടില്ലാത്ത സജി ചെറിയാൻ എങ്ങനെയാണ് സ്പോർട്സ് കൗൺസിൽ അംഗം എന്നുള്ള നിലയിൽ, അല്ല അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അവിടെ മെമ്പറായത്? പി രാജേന്ദ്രൻ എങ്ങനെയാണ് ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന പേരിൽ അവിടെ അംഗമായത്? പി സദാശിവം ഇരിക്കെ എഴുത്തുകാരൻ ഓദർ എന്ന നിലയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്ത പേര് ആരുടെയാണ്? ഷിജു ഖാന്റെ പേരാണ്. ഷിജു ഖാൻ പുസ്തകം എഴുതിയിട്ടുണ്ടാകും, ദേശാമലൊക്കെ എഴുതിയിട്ടുണ്ടാകും. പക്ഷേ അന്ന് സദാശിവം അത് പേര് വെട്ടി ഉണ്ണികൃഷ്ണന്റെ പേര് ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് ഈ പറയുന്ന പേര് കടത്തൽ, ഒളിച്ചു കടത്തൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ മാത്രം കുത്തകയല്ല ആർഷോ. അല്ല, ഇതിനകത്ത് ഒന്നുള്ളത് ഇപ്പൊ ഇത്തവണ ഇപ്പോഴും ഇവർ ഈ പറഞ്ഞ പോലെ ഈ ഘട്ടം വരെ എവിടെ നിന്ന് കിട്ടിയ ലിസ്റ്റ് പ്രകാരമാണ് ചാൻസലർ ഈ നിലയിൽ ഒരു അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ ഉൾപ്പെടെ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. എന്നാൽ ഇദ്ദേഹം ആരോടെങ്കിലും ലിസ്റ്റ് ആവശ്യപ്പെട്ടിരുന്നോ? ഈ 2 സർവകലാശാലകളോടും, കേരള സർവകലാശാലയോടും കാലിക്കറ്റ് സർവകലാശാലയോടും യോഗ്യരായ ആളുകളുടെ ലിസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി ചാൻസലർ ആവശ്യപ്പെട്ടിരുന്നു. അത് ആവശ്യപ്പെട്ടത് പ്രകാരം സർവകലാശാലയുടെ ഉത്തരവാദിത്തപ്പെട്ട വൈസ് ചാൻസലർ ഉൾപ്പെടെ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ യോഗ്യരെന്നവർക്ക് തോന്നുന്ന ഒന്നിലധികം, ഓരോ വിഭാഗത്തിലും ഒന്നിലധികം ആളുകളുടെ പേര് വിവരങ്ങൾ ചാൻസലർക്ക് നൽകുന്ന നിലയുണ്ടായിട്ടുണ്ട്. അങ്ങനെ നൽകിയ ആളുകൾ ഇപ്പോ കേരള സർവകലാശാലയിൽ സെനറ്റ്, ഹ്യൂമാനിറ്റീസ് സെനറ്റിലേക്ക് ഒരു വിദ്യാർത്ഥിയാണ് വേണ്ടത്. അവിടെ 4 or 5 ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ റാങ്ക് ജേതാക്കളായ ഒന്നിലധികം ആളുകളുടെ, ഇതേപോലെ തന്നെ സയൻസ് വിഭാഗത്തിൽ 1ാം റാങ്ക് ജേതാക്കളായ ഒന്നിലധികം ആളുകളുടെ ലിസ്റ്റ് സർവകലാശാലകൾ ഇദ്ദേഹത്തിന്റെ മുൻപിൽ നൽകുന്ന നിലയുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനെ മറികടക്കുകയാണ്, അതിനെ അട്ടിമറിച്ച് ഇദ്ദേഹം വേറെ ആരോടെങ്കിലും, ഇപ്പൊ സർവകലാശാലകളോടല്ലാതെ മറ്റാരോടെങ്കിലും ചാൻസലർ ലിസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇദ്ദേഹത്തിന് എന്തായാലും കേരളത്തിലെ ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ വിശദ വിവരങ്ങൾ അറിയില്ല എന്നുള്ളതിനകത്ത് ഇപ്പൊ എനിക്കും തർക്കമുണ്ടാവില്ല, ഹാഷ്മിക്കും തർക്കമുണ്ടാവില്ല, BJP പ്രതിനിധിക്കും തർക്കമുണ്ടാവില്ല, ഇവരെയൊന്നും നേരിട്ട് അറിയാനുള്ള ഒരു സാധ്യതയില്ല. എന്നാൽ ഇദ്ദേഹം സർവകലാശാലകളോടല്ലാതെ മറ്റാരോടെങ്കിലും, ഇപ്പൊ ഇദ്ദേഹം വ്യക്താക്കേണ്ടതല്ല. ഇത്രയും ഈ ഘട്ടം വരെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ആ ചോദ്യത്തിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളോടും ലിസ്റ്റ് ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു ഉത്തരവാദിത്വപ്പെട്ട സംവിധാനങ്ങളോടും ലിസ്റ്റ് ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ച് BJP ഓഫീസിൽ നിന്ന് ലിസ്റ്റ് പോകുമ്പോൾ അത് പ്രശ്നമാണ്. ഇതിനകത്ത് ഇപ്പൊ നേരത്തെ നിരവധി പേരുകൾ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ആ കൊടുക്കുന്ന ലിസ്റ്റിൽ ശരി ABVP-കാരെ തന്നെ നിയമിക്കുക താല്പര്യമാണെങ്കിൽ, പക്ഷേ ABVP-കാരിൽ മെറിറ്റോറിയസ് ആയ റാങ്കുകാരായ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നിയമിക്കണ്ടേ? അത്രയും ഒരു കൈയടക്കം ഇപ്പൊ ഗവർണർക്ക് നേരിട്ട് പല തിരക്കുകൾ ഓടി നടക്കുന്ന ആൾക്ക് നേരിട്ട് നോക്കാൻ കഴിയില്ല. ആ ഓഫീസ്, അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി അടക്കമുള്ള അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ ഓഫീസ് ഒന്ന് നോക്കണ്ടേ? ഇതിൽ മെറിറ്റോറിയസ് ആയ, ഇത് കോടതിയിൽ പോയാൽ പിടിവീഴാത്ത ഏതെങ്കിലും റാങ്കുകാരുണ്ടോ എന്ന് നോക്കി ആ പേരെങ്കിലും കൊടുക്കണ്ടേ ഹർഷോ? അല്ല, അങ്ങനെയല്ല. അതിന്റെ ABVP-കാർക്ക് റാങ്ക് കിട്ടാത്തതിനകത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ പ്രശ്നമല്ല. ഇപ്പോ ഇദ്ദേഹം ചെയ്യേണ്ടുന്നത് എന്നുള്ളത് ഇപ്പൊ ഏതെങ്കിലും ഔദ്യോഗിക സംവിധാനമാണല്ലോ, ഏതെങ്കിലും ഔദ്യോഗിക സംവിധാനത്തോട് ആവശ്യപ്പെടണല്ലോ. ഇദ്ദേഹം എങ്ങനെയാ BJP-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഒരു ഔദ്യോഗിക സംവിധാനമായി കാണുക? സർവകലാശാല വൈസ് ചാൻസലറേക്കാൾ അല്ലെങ്കിൽ സർവകലാശാല നൽകിയ ലിസ്റ്റിനേക്കാൾ അദ്ദേഹത്തിന് വിശ്വാസയോഗ്യമാകുന്നത് BJP ഓഫീസിൽ നിന്നുള്ള ലിസ്റ്റ് ആകുന്നത് എങ്ങനെ? ഇനി അദ്ദേഹം അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ സർവകലാശാലകളോട് എന്തിന് ലിസ്റ്റ് ആവശ്യപ്പെട്ടു? ഇതൊന്നുമില്ല. ഇത് ഒരു തരത്തിലും ശരിയായ ചാനലിലൂടെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു കയറുക എന്നുള്ളത് സംഘപരിവാറിനെ സംബന്ധിച്ച് സാധ്യമായ കാര്യമല്ല. ആ നിലയ്ക്ക് പിൻവാതിലിലൂടെ RSSകാരെ സർവകലാശാലകളുടെ ഭരണതലപ്പത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഇത് ചെറിയ പണിയല്ല. വളരെ ഗൗരവകരമായിട്ടുള്ള, വളരെ വിശാലമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ചവർ നടത്തിക്കൊണ്ടിരിക്കുക. നിലവിൽ സിൻഡിക്കേറ്റിനകത്തേക്ക്, കാലിക്കറ്റ് സിൻഡിക്കേറ്റിനകത്തേക്ക് ഒരു BJP-കാരനെ, ഒരു RSSകാരനെ ഈ പിൻവാതിൽ വഴി കടത്തിക്കൊടുത്ത് അതിനകത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുങ്ങുക. കേരള സർവകലാശാലയ്ക്കകത്ത് ഒന്നിലധികം സിൻഡിക്കേറ്റ് അംഗങ്ങളെ സർവകലാശാലകളെ സിൻഡിക്കേറ്റിലേക്ക് എത്തിക്കാൻ ഭാഗത്തിലേക്കുള്ള RSSകാരെ സെനറ്റ് അംഗങ്ങളാക്കി നോമിനേറ്റ് ചെയ്യപ്പെടുക. അങ്ങനെ ഭരണസമിതിയിലേക്ക് ഇതിപ്പോ ഇവിടെ തീരുമോ? ഇല്ല. ഇതൊരു സാമ്പിളാണ്. ഈ സാമ്പിളിന് ശേഷം പ്രേക്ഷകർക്ക് ഒരു പക്ഷേ വ്യക്തമാകണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഇപ്പോ
നമ്മുടെ നിയമസഭ ഇപ്പൊ MLA-മാർ കൂടി ചേർന്ന് ഒറ്റ മിനിറ്റ് ഹർഷം, ഓക്കെ, നമ്മുടെ MLA-മാർ കൂടി ചേർന്ന് അതിലെ മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്ന മട്ടിലാണ്. ഇപ്പോൾ സെനറ്റ് എന്ന് പറയുന്നത് നമ്മുടെ MLA-മാരുടെ നിയമസഭ എന്ന് വെക്കൂ, മന്ത്രിസഭ എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് എന്ന് വെക്കൂ. സെനറ്റിൽ ഈ പറയുന്ന ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ കൂടുതലുണ്ടെങ്കിൽ സിൻഡിക്കേറ്റിലേക്ക് പോകുമ്പോൾ ആ രാഷ്ട്രീയ കക്ഷികളുടെ അംഗങ്ങൾ കൂടുതൽ എലക്ട് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് പൊളിറ്റിക്കൽ പ്ലോട്ടാണ് എന്ന് SFIയും CPIയും ആരോപിക്കുകയാണ്. അപ്പോൾ ഗവർണറോട് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ യോഗ്യതയില്ലാത്തവർ നിയമിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ രാഷ്ട്രപതിയോട് പറഞ്ഞോളാം എന്നുള്ളതാണ് ഗവർണറുടെ മറുപടി. അത് രാഷ്ട്രപതിയോട് പറഞ്ഞാൽ പോരാ, കാര്യം ഗവർണർ എന്നുള്ള നിലയ്ക്കല്ല, സർവകലാശാല ചാൻസലർ എന്നുള്ള നിലയ്ക്കാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടൽ. ചാൻസലർ എന്ന് പറയുന്നത് സംസ്ഥാന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീമാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ആ പദവിയിലിരിക്കുന്നതുമാണ്. രാജീവ് പിന്നാർ, ഇതിനെ ഒരു സർവകലാശാല വിഷയമെന്നോ സെനറ്റെന്നോ മാത്രം ചുരുക്കിക്കെട്ടില്ല എന്നറിയാം. അങ്ങനെ ചുരുക്കിക്കെട്ടാനും മാത്രം അല്ല രാജീവ് പിന്നാരുടെയും കോൺഗ്രസിനും നമുക്ക് രാഷ്ട്രീയ പാരമ്പര്യം. ഇന്നലെയും പറയുകയാണ് ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറഞ്ഞാൽ ഗവർണർ സ്ഥിരീകരിക്കുകയാണ്. ഫിനാൻഷ്യൽ എമർജൻസിക്കുള്ള ചീഫ് സെക്രട്ടറി ചോദിച്ച നീക്കം ഇന്നലെ ഗവർണർ സ്ഥിരീകരിക്കുകയാണ്. എന്തിനാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ? ഇതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക നില വഷളായിട്ടുള്ള കാലം കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ഇതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക നില വഷളായ സംസ്ഥാനങ്ങൾ മറ്റില്ലേ? ഇനി സഞ്ചിത നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും രാജസ്ഥാൻ്റെയും പഞ്ചാബിൻ്റെയും ഒക്കെ സഞ്ചിത കടബാധ്യത എത്രയാണ് എന്ന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉദ്ദേശം വ്യക്തമാണ്. ഇന്നലെ റോഹിംഗ്ടൺ നരിമാൻ പറഞ്ഞു ഒന്ന് കേൾക്കൂ. The third disturbing fact that we found this year is a governor of a traditionally minority government state, that is Kerala, sitting over bills for periods of up to 23 months. When the Supreme Court rapped him on his knuckles, what did he do? There were 8 such bills. One bill was assented to. 7 bills were referred to the president. Now, this again is a very disturbing feature, because if there's a wholesale reference to the president, then the legislative activity of the states comes to a standstill. Because unlike a governor sending back a bill, and then after it is sent back, the governor then has to sign it. Once it lands up at the center's door and the center says no, that's the death. That's the death of the bill. It's over. രാജീവ് പിന്നാർ പറയുന്നത് പിണറായി വിജയനല്ല, CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജസ്റ്റിസ് റോഹിംഗ്ടൺ നരിമാനാണ്. ഈ പറയുന്ന കാര്യങ്ങൾ നല്ല അവാഹമുള്ള റോഹിംഗ്ടൺ നരിമാൻ പറയുന്നു. 23 മാസക്കാലം ബില്ലിന്മേൽ അടയിരുന്നിട്ട് സുപ്രീം കോടതി ഇടപെടുന്ന ഘട്ടം വന്നപ്പോഴേക്കും ഒരു ബില്ല് ഒപ്പിടുകയും ബാക്കി രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത കേരളത്തെ ഏത് രീതിയിൽ ഈ ഗവർണർ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുകയാണ്. ഫിനാൻഷ്യൽ എമർജൻസി, ബില്ലുകളിൽ ഒപ്പിടാതിരിക്കുക, സകല മേഖലകളും കോലിട്ട് പ്രശ്നമുണ്ടാക്കുക തുടങ്ങിയ ഗവർണറുടെ ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് സെനറ്റിലേക്ക് സംഘപരിവാർ അനുയായികളെ തിരികെ കയറ്റൽ. രാജീവ് പി നായർ ഇതിനെ കുറച്ചുകൂടി വിശാലമായ ക്യാൻവാസിൽ കാണുകയും ഇപ്പോൾ രാജീവ് പി നായർ നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, ഇപ്പോൾ അവിടെ കേരളവർമ്മയിൽ കെട്ടിയ ഒരു ബാനറിൻ്റെ വ്യാകരണം പറയുകയാണ് VT ബൽറാം. ഇപ്പോൾ റെജിമോൻ കുട്ടപ്പനാവട്ടെ, അഡ്വക്കേറ്റ് ജയശങ്കർ ആവട്ടെ, അവരൊക്കെ എന്താണ് വലിയ പിണറായി വിരുദ്ധരാണ്. എന്ന് പറഞ്ഞാൽ ആ പിണറായി വിരുദ്ധതയിൽ കേന്ദ്രം കാണുന്നോ ജനാധിപത്യ വിരുദ്ധ ഒന്നും കാണാൻ കഴിയാത്ത രീതിയിൽ പിണറായി വിരുദ്ധരാണ്. അവരെ പോലെയാണോ നിങ്ങളൊരു ദേശീയ പാർട്ടിയല്ലേ? ആ വ്യാകരണ പിശാച് അല്ലെങ്കിൽ വ്യാകരണ പിശ ഉണ്ടെങ്കിൽ അത് VT ബൽറാം ഏറ്റുപിടിക്കുമ്പോൾ നിങ്ങൾ എത്ര ചുരുങ്ങുന്നു ശ്രീ രാജീവ് പി നായർ? ഹാഷ്മി, സോഷ്യൽ മീഡിയയിലെ ട്രോളുകളെ കുറിച്ച് പറയാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. ഞാൻ ഇതിനകത്തൊരു കാര്യം പറയാം. അങ്ങ് പറഞ്ഞ ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സംഘപരിവാർ അനുകൂലിത അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ചട്ടകമായി പ്രവർത്തിക്കുന്ന ആള്, ഇത് ഹാഷ്മി ഇന്നാണോ ഇത് ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഈ സംഘപരിവാറിന്റെ ഏജന്റായി ഫെഡറലിസത്തെ തകർക്കുന്ന സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയം ഇരു പാർട്ടികളും CPMും കോൺഗ്രസും ഉൾപ്പെടെയുള്ള മുഴുവൻ പാർട്ടികളും അനുകൂലിച്ച് പാസ്സാക്കിയ പ്രമേയം, ആ പ്രമേയത്തിന്റെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നടന്ന് അതിനെ ആക്ഷേപിച്ച് ഈ സംസ്ഥാനത്തെ ആക്ഷേപിച്ചപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേരളത്തിന്റെ നിയമസഭയിൽ ഈ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം കൊണ്ടുവന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ്, ഇന്നാണല്ലോ CPMന് ഇപ്പോൾ സംഘപരിവാർ വിരുദ്ധനായി മാറിയത്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇത് അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് കേരളത്തിന്റെ നിയമസഭയിൽ ഇയാളെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം കൊണ്ടുവന്ന ഏറ്റവും വലിയ സംഘപരിവാർ വിരുദ്ധ കേന്ദ്ര വിരുദ്ധ രാഷ്ട്രീയം നടപ്പാക്കിയ പാർട്ടിയുടെ പേര് കോൺഗ്രസ്. സർ, അങ്ങോട്ടേക്ക് പ്രമേയം കൊടുക്കുമ്പോഴേക്കും ഗവർണറെ തിരികെ വിളിക്കും എന്ന മാത്രം നിഷ്കളങ്കരാവല്ലേ? ഹാഷ്മി, ഒരു വിഷവിത്ത്
ഇവര് കോൺഗ്രസ് വിരുദ്ധതയുടെ പേരിൽ ഒരു വിഷവിത്തിന് വെള്ളമൊഴിച്ച് വളർത്തി വലുതാക്കി. ഇന്ന് അതേ വിഷവിത്ത് ഇവരെ തിന്നാൻ ചെല്ലുമ്പോൾ പറഞ്ഞാൽ മതിയോ സംഘപരിവാർ വിരുദ്ധത? കേരളത്തിന്റെ ഒരു പ്രമേയം അങ്ങോട്ടേ കൊടുത്താൽ ഈ ഗവർണറെ കേന്ദ്രം അങ്ങ് തിരിച്ചു വിളിക്കും എന്ന് കരുതണോ? രാജു പി നായർ ഇവിടെ രാജ്കോവയെ തിരിച്ചു വിളിച്ചോ? RL രവിയെ തിരിച്ചു വിളിച്ചോ? സൗന്ദരരാജനെ തിരിച്ചു വിളിച്ചോ? ജഗദീപ് ധങ്കരെ തിരിച്ചു വിളിച്ചോ? താങ്കൾ പറഞ്ഞോളൂ. ഞാൻ താങ്കൾ അതിനെ അങ്ങനെ അങ്ങ് ചുരുക്കുന്നത് കൊണ്ട് ഉള്ള ധാർമ്മികരോഷത്തിൽ ചോദിച്ചു പോയതാണ്. രാജു പി നായർ പറഞ്ഞോളൂ, അങ്ങയുടെ സമയമാണ്. എന്നാ ഇനി ഇടപെടരുത്. ഞാൻ പറയാനുള്ള കാര്യം, കാരണം അങ്ങ് പറയുന്നുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സംഘപരിവാർ വിരുദ്ധത കേരളത്തിലെ കോൺഗ്രസും UDF-ഉം മനസ്സിലാക്കി കേരളത്തിന്റെ നിയമസഭയിൽ ഇതിനെതിരെ വലിയ പ്രക്ഷോഭം നയിച്ചപ്പോ അന്ന് ഗവർണറെ ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കയറാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് വ്യാജ സമരം നടത്തിയല്ലേ? കേരളത്തിന്റെ നിയമസഭയിൽ കയറാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തടഞ്ഞപ്പോൾ അനുഗമിച്ചു കൊണ്ടുവന്ന് വാച്ച് ആൻഡ് വാർഡിനെ വെച്ച് MLA-മാരെ തള്ളി നീക്കി കൊണ്ടുവന്ന മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാ. മനസ്സിലായില്ലേ? പിണറായി വിജയൻ എന്നാ. ആർഷോ അല്പം മുമ്പ് ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ എങ്ങനെയാണ് BJP-യുടെ പ്രതിനിധികളുടെ പേര് ചാൻസലർക്ക് ലഭിച്ചതെന്ന് ചോദിച്ചില്ലേ? ആർഷോ മനസ്സിലാക്കിക്കൊള്ളുക, അങ്ങയുടെ നേതാവ് പിണറായി വിജയൻ സംഘപരിവാറിന്റെ സംസ്ഥാന നേതാവിനെ ഹരിയസ് കർത്തയെ ഒരക്ഷരം മിണ്ടാതെ അവിടെ കൊണ്ടുപോയി നിയമിച്ചു കൊടുത്തത് ഒന്നിന് ചോദിച്ചു നോക്കണം. ഇല്ലേ? അതിനല്ലേ ജ്യോതിലാൽ എന്ന് പറഞ്ഞ ഒരു മിടുക്കനായ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിയത്? ഇല്ലേ? അപ്പൊ നിങ്ങൾ ഈ വിഷവിത്തിന് വെള്ളം കോരിയവരാണ് നിങ്ങൾ വിഷവിത്തിന് വെള്ളം കോരി നിങ്ങൾ ഈ സംസ്ഥാനത്തിന്റെ യൂണിവേഴ്സിറ്റികളുടെ നിഷ്പക്ഷതയും മറ്റെല്ലാം തകർത്ത് തരിപ്പണമാക്കി നിങ്ങൾ ചെയ്തിട്ട് ഇന്നിപ്പോ സംഘപരിവാർ വിരുദ്ധത പറഞ്ഞ് ഞങ്ങളുടെ വെക്കിട്ട് കയറേണ്ട കാര്യം? ഞങ്ങളുടെ വെക്കിട്ട് കയറി നിങ്ങൾ ഈ കാലം മുഴുവൻ ഗവർണറെ ഉപയോഗിച്ചു നടത്തി. എങ്ങനെയാ രവീന്ദ്രൻ കണ്ണൂർ വൈസ് ചാൻസലർ ആയത്? ആ വൈസ് ചാൻസലറായ രവീന്ദ്രൻ പിണറായി വിജയൻ റൂമിൽ ചെന്ന് എന്നോട് എൻ്റെ ജില്ലയാണ് അതുകൊണ്ട് നിയമിക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്ന് ഗവർണർ പറഞ്ഞ പിണറായി വിജയന്റെ നോമിനി, ആ നോമിനി കൊണ്ടുവന്നത് കണ്ണൂർ സർവകലാശാല 4 സവർക്കറുടെ ഗ്രന്ഥങ്ങളാ പഠിപ്പിക്കാൻ കൊണ്ടുവന്നത്. മറന്നുപോയോ ഹാഷ്മി മറന്നുപോയോ? എന്നിട്ട് അന്ന് CPM രവീന്ദ്രനെതിരെ എന്ത് നിലപാടെടുത്തു? ഈ ഹാഷ്മിയുടെ സംഘടന എന്താ പറഞ്ഞത്? രവീന്ദ്രൻ ഒരു പരമ മണ്ടനാന്ന് പറ ആൾക്ക് വിശ്വസിക്കുന്നു. പക്ഷേ രവീന്ദ്രൻ സംഘപരിവാർ അനുകൂലിയെന്ന് പറയല്ലേ? ശരി ഹാഷ്മി, ഒരു മണ്ടനാന്ന് പറ. അയാളൊരു സംഘപരിവാർ അനുകൂലിയെന്ന് പറയല്ലേ? അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം ഈ പറയുന്ന സംഘരാഷ്ട്രീയത്തിനെതിരെ അക്കാദമികമായി പ്രതിരോധം തീർത്ത മനുഷ്യനാണ് ഈ പറയുന്ന രവീന്ദ്രൻ. ഹാഷ്മി അപ്പൊ SFI മണ്ടന്മാരുടെ സംഘടനയാണെന്നാണോ ഹാഷ്മി പറയണത്? എനിക്ക് ആ അഭിപ്രായമില്ല. കാരണം ആ വിവാദം വന്നപ്പോൾ രവീന്ദ്രൻ സംഘപരിവാറിന്റെ പുസ്തകങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അതിനെ അനുകൂലിച്ച സംഘടനയുടെ പേര് SFI എന്നാ. ശരി, നമ്മുടെ അവസാനം ഞാൻ ഇടപെടുകയാണ്. അപ്പൊ അതാ പറഞ്ഞത്, ഈ കാലം അത്രയും സംഘപരിവാറിന് വളം വെച്ച് വെള്ളമൊഴിച്ച് വളർത്തിയ സംഘടന SFI-യും പിണറായി വിജയന്റെ CPM-ഉമാണ്. എന്നിട്ട് ഇപ്പൊ സംഘപരിവാർ വിരുദ്ധത പറഞ്ഞു നടന്നിട്ട് ഇപ്പൊ ഇത് എപ്പോഴും ഇവര് പ്രതിസന്ധിയിലാക്കുമ്പോ ഉപയോഗിക്കുന്നതല്ലേ ഈ ഗവർണറെ? ഈ ഗവർണറല്ലേ കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞത് ഞാൻ പ്രതിപക്ഷത്തെ വിമർശിക്കാനല്ല, അല്ലെങ്കിൽ പ്രതിപക്ഷത്തോട് ഏറ്റുമുട്ടാനല്ല ഞാൻ നിൽക്കുന്നത്, ഇത് എന്റെ സർക്കാരാണ്, എനിക്ക് കടമയും കടപ്പാടുമുള്ള എന്റെ സർക്കാരാണ് എന്ന് പറഞ്ഞാണ്. ശരിയാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം രാജു, നമ്മുടെ അവസാന മിനിറ്റുകളിലേക്ക് ഞാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ശരി. ഞാൻ സന്ദീപിലേക്ക് എത്താം. ആർഷോ എത്താൻ കുറച്ച് വൈകിയിരുന്നു. അത് ആർഷോനോട് പറഞ്ഞിരുന്നു, യാത്രയിലാണെന്ന് പറഞ്ഞിരുന്നു. മറ്റൊരാളെ അറേഞ്ച് ചെയ്തതാണ്. പിന്നെ ആർഷോ ഞാൻ പേര് പ്രഖ്യാപിച്ചത് കാരണം ആർഷോ തന്നെ ഞാൻ വെയിറ്റ് ചെയ്തതാണ്. ആർഷോ, ഇവിടെ നമ്മൾ നേരത്തെ ഇതിലും വലിയ തർക്കങ്ങൾ കണ്ടപ്പോഴേക്കും അതൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നു കണ്ടു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പുകലിനടക്കം എന്തോ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി രാജ്ഭവന് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നുണ്ടെന്ന് കേട്ടു സർക്കാർ. എന്താണ്, ഒരു കാറ് വേണം, അധികം ഓടാത്തൊരു കാറ് വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും പുതിയ മെർസിഡസ് ബെൻസിന് 85 ലക്ഷം കൊടുത്ത സർക്കാരാണ്. ഈ പറയുന്ന കൊടിയ സാമ്പത്തിക ദുരിതത്തിലും ദാരിദ്ര്യത്തിനും ഇടയിലും അവിടെ വിനോദ ചെലവിന്, അവിടെ അതിഥി സൽക്കാരത്തിന് കോടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൊടുത്ത സർക്കാരാണ്. ഈ ഇപ്പോൾ ഡെന്റൽ ക്ലിനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴേക്കും ലക്ഷങ്ങൾ കൊടുത്ത സർക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം കൂടി, ചിലപ്പോൾ ഒരു ആവശ്യം പരിഗണിച്ചാൽ ഇതങ്ങ് ഒരു മഞ്ഞലിഞ്ഞു തീരുന്നത് പോലെ തർക്കം അങ്ങ് തീരും കേട്ടോ. SFI എഴുതിയ ബാനറുകളൊക്കെ പിൻവലിക്കേണ്ടിയും വരും. ആർഷോ, SFI എഴുതിയ ഒരു ബാനറും പിൻവലിക്കേണ്ടി വരില്ല. അതുമായി ബന്ധപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട അവതാരകന് ആശങ്കയുടെ ആവശ്യമില്ല. SFI ബാനർ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എഴുതിയ ബാനർ കെട്ടേണ്ടടുത്ത് കെട്ടുന്നതിന് വേണ്ടിയിട്ട് SFIക്ക് നല്ല ബോധ്യമുണ്ട്, നല്ല ധാരണയുണ്ട്, നല്ല കരുത്തുമുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി വല്ലാതെ കേരളത്തിലെ ഇടതുപക്ഷത്തിനും SFIക്കും സംഘപരിവാർ വിരുദ്ധ സർട്ടിഫിക്കറ്റ് ഞങ്ങളങ്ങ് അച്ചടിച്ച് വിതരണം ചെയ്ത് കളയാമെന്നുള്ള നിലയിലുള്ള വർത്തമാനങ്ങൾ പലതും പറഞ്ഞു പോകുന്നത് കണ്ടു. ഞാൻ സൂചിപ്പിച്ചു,
ഈ ദിവസങ്ങളിൽ വളരെ ഗൗരവത്തോടുകൂടി പൊതുസമൂഹത്തിനകത്ത് ചർച്ച ചെയ്യേണ്ടുന്ന, പൊതുസമൂഹം വലിയ പ്രതിരോധം ഉയർത്തേണ്ടുന്ന വിഷയമാണ് നമ്മുടെ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് തർക്കമുണ്ടാവാൻ വേണ്ടി സാധ്യതയില്ല. കാരണം ആ നിലയിൽ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് ഇന്ന് സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ മാധ്യമങ്ങളുടെ മുൻപിൽ വന്നു നിന്ന് പറഞ്ഞു, ഞാൻ കാവ്യവൽക്കരിക്കും, ഞാൻ സർവകലാശാലകളെയും കേരളത്തെയും കാവ്യവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ് തൻ്റെ ലക്ഷ്യം എന്ന് നമ്മുടെയൊക്കെ മുൻപിൽ വന്നു നിന്ന് പറഞ്ഞ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ആലയത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോയി കെട്ടുന്നതിന് വേണ്ടിയോ ശ്രമം ഉണ്ടാകുമ്പോൾ ആ ശ്രമത്തിനെ ചെറുത്തു തോൽപ്പിച്ചിട്ടുള്ള പാരമ്പര്യമാണ്, രാഷ്ട്രീയ ചരിത്രമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പേറുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും കേരളം RSSനെ പടിക്ക് പുറത്തു നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഈ സമരം ഇത് കേരളത്തിന്റെ നിലപാടും RSSന്റെ നിലപാടും തമ്മിലുള്ള സമരമാണെന്നുള്ളതിനകത്ത് ഞങ്ങൾക്കൊരു തർക്കമില്ല. ഇത് കേരളം വേഴ്സസ് RSS എന്നുള്ള നിലയിലേക്ക് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാടെന്താ? കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് അങ്ങനെ RSS വേഴ്സസ് കേരളം എന്നുള്ള സമരം ഈ നാട്ടിൽ നടന്നാൽ ഞങ്ങൾ RSSന്റെ ഷൂ പോളിഷ് ചെയ്യും, RSSന്റെ ഷൂ പോളിഷ് ചെയ്യുന്ന നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന തീരുമാനമല്ലേ അവരെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് KPCCയുടെ പ്രസിഡന്റ് പറയാണ്, ആ വന്നോട്ടെ എടാ പോടാന്ന് വീട്ടിൽ പോയി വിളിച്ചോളാം ഇന്ന് KPCCയുടെ പ്രസിഡന്റ് എന്താ പറഞ്ഞത്? 10 RSSകാർ വന്നാൽ കുഴപ്പമില്ലാന്നേ, RSSകാർ വന്നോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങൾക്ക് കൂടെ കിട്ടുകയാണെങ്കിൽ ഇവിടെ സെനറ്റിലേക്കോ സിൻഡിക്കേറ്റിലേക്കോ സർവകലാശാല വൈസ് ചാൻസലറായോ ഏതൊരു RSSകാരൻ വന്നാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് KPCCയുടെ പ്രസിഡന്റ് പറയാ. KPCC വൈസ് പ്രസിഡന്റ് ഈ നിലയിൽ ഒരു ഗൗരവപ്പെട്ട വിഷയം നാട്ടിലുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിലപാട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിലപാട് സ്വീകരിക്കണമെന്ന് തന്റെ പാർട്ടിയോട് പറയുകയോ ചെയ്യാതെ കേരളവർമ്മ കോളേജിലെ SFIക്കാർ വേവിക്കുന്ന പരിപ്പിൽ ഉപ്പിട്ടിട്ടാണോ വേവിക്കുന്നത് എന്ന് തെരയുന്നതിന് വേണ്ടി നടക്കുക. അങ്ങനെ RSSന്റെ ഷൂ പോളിഷ് ചെയ്ത് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറും ഏതെങ്കിലും തരത്തിലുള്ള സന്ദീപിലേക്കാണ് അവസാന മിനിറ്റുകളായതുകൊണ്ടാണ് ഇടവേളയിലേക്ക് പോകണം. അവസാന മിനിറ്റുകളാണ്, ഇടവേളയ്ക്ക് സന്ദീപിലേക്ക് പോകുകയും വേണം. സന്ദീപ് വാര്യർ, ഇവിടെ സർവകലാശാലയിലാവട്ടെ, സെനറ്റിലാവട്ടെ, സിൻഡിക്കേറ്റിലാവട്ടെ, BJPക്ക് അല്ലെങ്കിൽ ABVPക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയ്ക്ക് സ്വന്തമായി മത്സരിച്ച് ജയിച്ചു വരുന്ന കാലയളവിൽ മതി ഞങ്ങൾക്ക് സ്ഥാനം, അല്ലാതെ പിൻവാതിൽ കൂടി ഞങ്ങളെ കയറ്റി സഹായിക്കല്ലേ ചാൻസലറെ എന്ന് ആർജവത്തോടെ പറയാൻ കഴിയണ്ടേ BJPക്ക്? ശ്രീ സന്ദീപ് വാര്യർ. അഷ്മി, ഞങ്ങളെവിടെയും ഞങ്ങളുടെ ഒരാളെയും നിയമിക്കണമെന്ന് പറഞ്ഞ് ഒരാൾക്കും കത്ത് കൊടുത്തിട്ടില്ല. ഇവിടെ ചാൻസലറായിട്ടുള്ള ഗവർണർ അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് പല ആളുകളെയും സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാകാം. അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ തലക്കെട്ട് വെക്കണം. പിന്നെ ഈ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലം അവരല്ലെങ്കിൽ അവർ രാഷ്ട്രീയമായിട്ട് സംഘപരിവാറിനെ BJPയെ പിന്തുണയ്ക്കുന്നവരാണ് എന്നുള്ളത് അവരുടെ അയോഗ്യതയായിട്ട് എങ്ങനെയാണ് മാറുന്നത്? അങ്ങനെയുള്ള വാദങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. 2, ഇവരുടെയൊക്കെ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ പറഞ്ഞു ഈ ദിവസങ്ങൾ വന്ന ട്രോളുകളെ കുറിച്ച് പറഞ്ഞു. വാസ്തവം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. പക്ഷേ കേരളവർമ്മ കോളേജിലെ ആ ബാനർ ചർച്ചാ വിഷയമാകുന്നത് ആ കേരളവർമ്മ കോളേജിലെ HOD ഇംഗ്ലീഷ് HOD ആയിരുന്നത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആ ബിന്ദു ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവര് പഠിപ്പിച്ച കുട്ടികളുടെ ഗ്രാമർ മിസ്റ്റേക്ക് ആണ്. അവര് എന്ന് പറഞ്ഞാൽ നോ ഹാൻഡ് ആൻഡ് നോ മാത്തമാറ്റിക്സ്, കൈ കണക്കില്ല എന്ന് പറയില്ലേ? നോ ഹാൻഡ് വിൽ അല്ല, എന്താണ് നോ ഗ്രാസ് വിൽ ഹാപ്പൻ, ഒരു വിൽ നടക്കില്ല എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഇംഗ്ലീഷാണ്. അതിന് അങ്ങനെ മനസ്സിലാക്കുക, അല്ലാതെ ഗ്രാമർ ഒന്നും അല്ല. അല്ലാതെ പരിപ്പ് വേവില്ല അല്ലെങ്കിൽ ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറഞ്ഞാൽ നല്ല മലയാളം വാക്കല്ലേ, അതെങ്ങനെ ഇംഗ്ലീഷിലാക്കുക? അല്ലല്ല, അങ്ങനെയൊന്നും അല്ല.
അവർക്ക് അങ്ങനെയൊന്നുമല്ല, സർക്കാസം ഒന്നുമല്ല. നിങ്ങൾ ഇനി ന്യായീകരിച്ച് മെഴുകണ്ട. അവിടെയുള്ള പൊട്ടന്മാരായിട്ട് പറ്റിയുള്ള സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം സജീവമായി ഇപ്പോ ജയശങ്കർ പറയുന്നത് പോട്ടെ, സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം സജീവമായ സന്ദീപ് വാര്യർക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു അശ്മി അല്ല അശ്മി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കേരള ഓർമ്മ കോളേജിലെ ഇംഗ്ലീഷ് HOD ആയിരുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസംഗങ്ങൾ കേട്ടതല്ലേ? വേറെ പറയാ ഐ ടേക്ക് മൈ ഹോം ഇൻ മൈ ഹെഡ് എന്ന് പറഞ്ഞത് അത് സർക്കാസ് ആയിരുന്നോ? ആ നിലവാരേ ഒമാർക്കുള്ളൂ. അവര് പഠിപ്പിച്ചതാണല്ലോ. ന്യായീകരിച്ച് മെഴുകണ്ട. അത് സർക്കാസമാണ് സന്ദീപേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പുല്ലും നടക്കില്ല എന്നതിന് നോ ഹാൻഡ് വിൽ ഹാപ്പൻ എന്ന് പറയില്ലേ എന്ന് പറയുന്നത് പോലെ. അല്ലാതെ പരിപ്പ് ഇവിടെ വേവില്ല എന്നുള്ളത് ഇംഗ്ലീഷ് പ്രയോഗം ഇല്ല. ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നുള്ളതിന് ഇംഗ്ലീഷ് ഇല്ല യഥാർത്ഥത്തിൽ. വിദ്യാഭ്യാസ മന്ത്രി പ്രസംഗിച്ച സർക്കാസമായിരുന്നോ? ശരിയാശോ ചുരുങ്ങിയോ കാർഷ ചുരുങ്ങിയോ നിങ്ങൾ ഞാൻ പറയുന്ന മുഴുവൻ കേക്ക്. ഇങ്ങനെ വിവരക്കേട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമയം അതിക്രമിച്ച സമയം. ശരി എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. ഒരു വിദ്യാർത്ഥി സംഘടന വലിയ സംഘാടകർ നടത്തിയ ഒരു സമരമാണ്. അതിന്റെ ടേക്ക് അവേ ഒരു ബാനറിൽ പറയുന്ന ഒരു പരിഹാസ്യോദ്യോതകമായ ഒരു സർക്കാസമാവുന്നു എന്നതിൽ അത്യധികം എന്താണത് അരാഷ്ട്രീയമാണ് കരുതത്. അത് ഉന്നയിക്കുന്നവർ ആ സമരത്തിന്റെ ടേക്ക് അവേ ആ ബാനർ മാത്രമാണോ ഒന്ന് ആലോചിക്കട്ടെ. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.